വൈറലായിട്ടുള്ള ഒരു പാട്ട് ഇപ്പൊ ഇറങ്ങിയല്ലോ. ആ പാട്ടിൽ ചില ഭേദഗതികൾ വരുത്തേണ്ടി വരുമെന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ ആ പാട്ടിൽ ചില ഭേദഗതികൾ വരുത്തി നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരും. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. സ്വർണം വിറ്റത് ആർക്കപ്പ, കോൺഗ്രസിനാണ് അയ്യപ്പ. ലാഭം കൊയ്തത് ആരൊക്കെ, ഇന്ത്യ മുന്നണി ഒറ്റക്ക്. ഇത് നാളെ കേരളത്തിലെ ജനങ്ങൾ ഒരു പാരഡി ഗാനമായിട്ട് പാടുന്ന സ്ഥിതി വരും. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ച പാരഡി പാട്ടിന് കെ സുരേന്ദ്രന്റെ പുതിയ വരികൾ. ഇപ്പോൾ അന്വേഷണം കോൺഗ്രസിലേക്ക് തിരിക്കാനുള്ള ശ്രമത്തിലാണ് BJP എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തന്നെ LDFനെ നയിക്കും. ധർമ്മടത്ത് നിന്ന് 3ാം തവണയും ജനവിധി തേടും. തുടർച്ചയായ വാർത്താ സമ്മേളനങ്ങളും ഉണ്ടാകും. CPM-ൽ 2 ടേം വ്യവസ്ഥയിൽ ഇളവ് വരും. മന്ത്രിമാർ രാഷ്ട്രീയം പറഞ്ഞ് സർക്കാരിനും മുന്നണിക്കും പ്രതിരോധം തീർക്കണമെന്ന് CPM സംസ്ഥാന സമിതി. ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ച് കോൺഗ്രസുമായി അടുക്കാൻ ശശി തരൂർ പാർട്ടി വേദികളിൽ സജീവമാകും. KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ തരൂർ മുഴുവൻ സമയം പങ്കെടുക്കും. മുസ്ലിം ലീഗിനെതിരെ വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിങ്ങളെ ഈഴവർക്കെതിരെ തിരിക്കാൻ ശ്രമിക്കുന്നു. മുസ്ലിം സമുദായം മൊത്തമായി ഈഴവ വിദ്വേഷം പരത്താവുന്ന രീതിയിൽ മതസൗഹാർദ്ദമില്ലാതെ കലഹങ്ങൾ ഉണ്ടാക്കാൻ ഒരു കുൽസിത ശ്രമമാണ് ഇതിപ്പോൾ ലീഗ് നടത്തുന്നത്. ചാനൽ മൈക്ക് തട്ടിമാറ്റിയ സംഭവത്തിലും വിശദീകരണം. ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകൻ തീവ്രവാദിയെന്ന അധിക്ഷേപം. മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയാത്തത് വെള്ളാപ്പള്ളിയെ കൊണ്ട് പറയിക്കുകയാണെന്ന് VD സതീശൻ. NSSന്റെ ഇടതനുകൂല നിലപാടിൽ തിരുത്തൽ. ശരിദൂരം ശബരിമല വിഷയത്തിൽ മാത്രം, മറ്റു വിഷയങ്ങളിൽ സമദൂരമെന്നും G സുകുമാരൻ നായർ. ശരിദൂരം ശബരിമല വിഷയത്തിൽ മാത്രമേ അതിനെ രാഷ്ട്രീയമായിട്ട് കൊടുക്കേണ്ട കാര്യം. ആ കാര്യത്തിൽ നമ്മളൊരു ശരിദൂരം ഉണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും സമദൂരം തന്നെ. മുത്തലാഖ് ചൊല്ലിയ യുവതിയും മകനും 9 ദിവസമായി കഴിയുന്നത് ഭർത്തൃവീടിന്റെ വരാന്തയിൽ. വീട് പൂട്ടി താമസം മാറ്റി ഭർത്താവ്. സംഭവം കോഴിക്കോട് ഫറോക്കിൽ. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പിൽ തനിക്കെതിരെ നുണപ്രചരണമെന്ന് നടൻ ജയസൂര്യ. 3ാം തവണ ചോദ്യം ചെയ്യാനായി സമൻസ് അയച്ചിട്ടില്ല. പരസ്യവുമായി സമീപിക്കുന്നവർ തട്ടിപ്പുകാരെന്ന് ഊഹിക്കാൻ കഴിയില്ലെന്നും ജയസൂര്യ. മലപ്പുറം മൈലാടിയിൽ ചെരുപ്പ് ഫാക്ടറിയിൽ തീപിടുത്തം. ലക്ഷങ്ങളുടെ നഷ്ടം. തീയണയ്ക്കാൻ ശ്രമം തുടരുന്നു. ബംഗ്ലാദേശ് താരത്തെ IPL ടീമിലെടുത്തതിന് ഷാരൂഖ് ഖാനെതിരെ BJP നേതാവ്. ഷാരൂഖ് രാജ്യദ്രോഹിയെന്ന് ഉത്തർപ്രദേശ് MLA. പ്രതിഷേധം. മുസ്തഫിസുർ റഹ്മാനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിൽ ഉൾപ്പെടുത്തിയതിനെതിരെ. ബംഗ്ലാദേശിൽ വീണ്ടും ന്യൂനപക്ഷ ആക്രമണം. ഹിന്ദു മതവിശ്വാസിയെ തീകൊളുത്തി കൊല്ലാൻ ശ്രമം. ഗുരുതരമായി പൊള്ളലേറ്റ യുവാവ് അതീവ ഗുരുതരാവസ്ഥയിൽ. ശരിയത്പൂർ ജില്ലയിലെ ആക്രമണം പുതുവത്സരാഘോഷങ്ങൾക്കിടെ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തന്നെ LDFനെ നയിക്കും. ധർമ്മടത്ത് നിന്ന് 3ാം തവണയും ജനവിധി തേടാനാണ് തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് ശേഷം പിണറായി മാറി നിന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കാണ് ഇതോടെ വിരാമമായത്. കഴിഞ്ഞ തവണ കർക്കശമായി നടപ്പിലാക്കിയ 2 ടേം വ്യവസ്ഥയിൽ ഇളവ് വരുന്നതോടെ പല സിറ്റിംഗ് MLA-മാർക്കും ഇക്കുറി സീറ്റുണ്ടാകും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പൊതുവിൽ ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. വ്യക്തിപരമായി ഞാൻ തീരുമാനിക്കുന്നതല്ല, പൊതുവെ പാർട്ടി എന്ന നിലക്ക് ആലോചിച്ച് തീരുമാനിക്കുന്നൊരു കാര്യമായിരിക്കും. അത് ഞാൻ പറയേണ്ട കാര്യമല്ല. അത് ആ വ്യക്തത വരുത്തേണ്ടത് പിന്നീട് അതിൻ്റെ ഘട്ടത്തിൽ ഉചിതമായ സമയത്ത് വ്യക്തത പാർട്ടി വരുത്തിക്കോളും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയോടുകൂടിയാണ് ഇടതുമുന്നണി നയിക്കുന്നത് ആരെന്ന സംശയം
ഇടതുമുന്നണിയിൽ തന്നെ ഉയർന്നു വന്നത്. CPM-ൽ പോലും ആശങ്കയുള്ള നേതാക്കളുണ്ട്. അതുവരെ മുഖ്യമന്ത്രി പിണറായി വിജയനല്ലാതെ മറ്റൊരു പേര് CPM-ന് മുൻപിൽ ഇല്ലായിരുന്നു. CPM നേതാക്കൾ തന്നെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി CPM രീതിക്ക് വിഭിന്നമായും പിണറായി തന്നെ നയിക്കുമെന്ന സൂചനകൾ പലപ്പോഴും നൽകിയതുമായിരുന്നു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയോടുകൂടി CPM-ൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്ക ഉയർന്നു വന്നു. CPM നേതാക്കൾ ഇതുവരെ അത് തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല. പക്ഷേ CPI-യുടെ നേതൃയോഗങ്ങൾ അത് ശക്തമായ വിമർശനം. ഒന്നുകിൽ മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണം, അദ്ദേഹത്തെ പാർട്ടി തിരുത്തണം, അല്ലെങ്കിൽ മുഖം തന്നെ മാറി തെരഞ്ഞെടുപ്പിൽ നേടണമെന്ന ആവശ്യം പോലും CPI-യുടെ സംസ്ഥാന നേതൃയോഗങ്ങൾ ഉയർന്നു വന്നു. ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഇടതുമുന്നണി ആര് നയിക്കുമെന്ന ചർച്ചകൾ സജീവമായത്. പക്ഷേ ഇപ്പോൾ CPM-ൽ ലഭിക്കുന്ന വിശ്വസനീയമായ വിവരമനുസരിച്ച് CPM-ന് മുന്നിൽ മറ്റൊരു ഓപ്ഷനോ മുഖമോ പേരോ ഇല്ല. പിണറായി വിജയൻ തന്നെ മൂന്നാമതും ഇടതുമുന്നണിയെ നയിക്കാൻ പിണറായി തന്നെ ഉണ്ടാകും. അതിനുശേഷം തെരഞ്ഞെടുപ്പ് ഫലമനുസരിച്ചാകും ആരാകും പിന്നീട് തെരഞ്ഞെടുപ്പിന് ശേഷം സർക്കാരായാലും പ്രതിപക്ഷമായാലും നയിക്കാൻ പോകുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. ഏതായാലും പിണറായി വിജയൻ ധർമ്മടത്ത് നിന്ന് തന്നെ മത്സരിക്കും. നേരത്തെ KK ശൈലജ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് വനിതാ മുഖമുണ്ടാകുമോ CPM-ന്, തോമസ് ഐസക്കിനെ പോലുള്ള നേതാക്കൾ വരുമോ തരത്തിലുള്ള ചർച്ചകൾ പല കോണുകളിലും ഉയർന്നു വന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് CPM-ന് മുന്നിൽ മറ്റൊരു പേരില്ല. പിണറായി വിജയൻ തന്നെയാകും മൂന്നാമതും CPM നയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണി നയിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. വിജയിച്ചാൽ വീണ്ടും പിണറായി മുഖ്യമന്ത്രിയാകും. ഇടതുമുന്നണിക്ക് തിരിച്ചടിയാണ് ഉണ്ടാകുന്നതെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ആകുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് സംശയമുള്ളത്. അപ്പോൾ മറ്റു പേരുകളിലേക്ക് CPM-ഉം ഇടതുമുന്നണിയും പോയേക്കാം. മന്ത്രിമാർ രാഷ്ട്രീയം പറഞ്ഞ് സർക്കാരിനും മുന്നണിക്കും പ്രതിരോധം തീർക്കണമെന്ന് CPM സംസ്ഥാന സമിതി. മന്ത്രിമാരുടെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ കുറവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം. മന്ത്രിമാർ വകുപ്പുകളിൽ മാത്രം ഒതുങ്ങുന്നുവെന്നാണ് സംസ്ഥാന സമിതിയിൽ ഉയർന്ന വിമർശനം. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങളും ഇനി തുടർച്ചയായി ഉണ്ടാകും. കഴിഞ്ഞ കുറേ നാളുകളായ വലിയ രാഷ്ട്രീയ തിരിച്ചടികളിലൂടെയാണ് സംസ്ഥാനത്തെ ഇടതുമുന്നണി നേതൃത്വം കടന്നുപോകുന്നത്. തുടർച്ചയായി CPM-ന്റെ ഘടകകക്ഷികളും രാഷ്ട്രീയ പ്രതിരോധത്തിലാകുന്നു. സർക്കാരിനെതിരെ നിരന്തര ആരോപണങ്ങളും വിമർശനങ്ങളും ഉയർന്നു വരുന്നു. ഒടുവിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വരെയുള്ള കാര്യങ്ങളിൽ കടുത്ത രാഷ്ട്രീയ തിരിച്ചടികളിലൂടെയാണ് CPM കടന്നുപോകുന്നത്. അങ്ങനെ വരുമ്പോഴും മുന്നണിയെ, പാർട്ടിയെ, സർക്കാരിനെ പ്രതിരോധിക്കാൻ കാര്യമായ ഇടപെടലുകൾ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്ന വിമർശനമാണ് സംസ്ഥാന സമിതിയിൽ ഉയർന്നു വന്നത്. മന്ത്രിമാർ പലപ്പോഴും അവരുടെ വകുപ്പുകളിൽ മാത്രം ഒതുങ്ങുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തലയെടുപ്പുള്ള ഒരുപിടി നേതാക്കൾ, പരിസമ്പന്ന ഒരുപിടി നേതാക്കൾ മന്ത്രിമാരായി കൂടി ഉണ്ടായിരുന്നു. ഇപ്പോഴും അത്ര ഒന്നുമില്ലെങ്കിൽ പോലും പരിസമ്പന്നമായ നേതൃത്വം ഉണ്ട്. മന്ത്രിസ്ഥാനത്തിരിക്കുന്നവരും സംസ്ഥാന സമിതി അംഗങ്ങളോ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളോ ഒക്കെയാണ്. പക്ഷേ അപ്പോഴും കൃത്യമായ രാഷ്ട്രീയ പ്രതിരോധം, സർക്കാരും പാർട്ടിയും മുന്നണിയും പ്രതിരോധത്തിലാകുമ്പോൾ അവിടെ മുന്നിട്ടിറങ്ങി പ്രതിരോധിക്കാൻ കഴിയാതെ പോകുന്നു മന്ത്രിമാർക്ക് എന്ന വിമർശനമാണ് ഉയർന്നു വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിമാർ രാഷ്ട്രീയം പറയണം, രാഷ്ട്രീയം വിശദീകരിക്കണം, സർക്കാരിനെയും പാർട്ടിയെയും മുന്നണിയെയും ശക്തമായി പ്രതിരോധിക്കണമെന്ന ആവശ്യം, നിർദ്ദേശം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ സംസ്ഥാന സമിതി യോഗത്തിൽ മുന്നോട്ട് വച്ചത്. കഴിഞ്ഞ കാലങ്ങളിൽ കോടിയേരി ബാലകൃഷ്ണൻ അതിശക്തനായ നേതാവിൻ്റെ ഒറ്റ വാർത്താ സമ്മേളനം കൊണ്ടും ഒറ്റ പ്രസ്താവന കൊണ്ടും രാഷ്ട്രീയം തിരിക്കാൻ കഴിയുന്ന നേതാവിൻ്റെ സാന്നിധ്യം CPM-നുണ്ടായിരുന്നു. അതിനുശേഷം വന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പലപ്പോഴും കോടിയേരിയുടെ നിലവാരത്തിലേക്ക് ഉയരാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പല ഇടപെടലുകളും തിരിച്ചടിയാകുന്നുവെന്ന വിമർശനം CPM-നുള്ളിലും മുന്നണിക്കുള്ളിലും ശക്തമാണ്. മറുഭാഗത്ത് CPI-യുടെ കാര്യത്തിലാകട്ടെ കാനം രാജേന്ദ്രനെ പോലെ മൂർച്ചയുള്ള വാക്കുകളുള്ള കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണത്തിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന നേതാവിൻ്റെ അസാന്നിധ്യം CPI-യിലുമുണ്ട്. ബിനോയ് വിശ്വം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ കാനത്തിന് ഒത്ത് ഉയരുന്നില്ല, അല്ലെങ്കിൽ കാനം പറയുന്നതിൻ്റെ മൂർച്ച ബിനോയുടെ വാക്കുകൾക്കില്ല എന്ന വിമർശനം CPI-യിൽ പോലും ഉള്ളതാണ്. അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പ്രതിരോധം പാളിപ്പോകുന്നുവെന്ന് മൊത്തത്തിൽ ഇടതുമുന്നണി വിലയിരുത്തുന്നത്. അവിടെയാണ് CPI നേതൃത്വം മന്ത്രിമാർ തന്നെ മുന്നിട്ടിറങ്ങട്ടെ, മന്ത്രിമാർ തന്നെ മുന്നിട്ടിറങ്ങി പാർട്ടിയെയും മുന്നണിയും പ്രതിരോധിക്കണമെന്ന കർശനമായ നിർദ്ദേശം നൽകുന്നത്. അതിനൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനങ്ങളും ചുരുക്കമാണ്. പലപ്പോഴും വലിയ ഇടവേളകൾ ഉണ്ടാകാറുണ്ട്. അതും ഇനി മാറും. മുഖ്യമന്ത്രി അടിക്കടി വാർത്താ സമ്മേളനം നടത്തും. പാർട്ടിയെ പ്രതിരോധിക്കാൻ, മുന്നണിയെ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രി മുന്നിട്ട് തന്നെ ഇറങ്ങും എന്ന് തന്നെയാണ് CPM സംസ്ഥാന സമിതിയിൽ ഉയർന്ന അഭിപ്രായങ്ങളുടെ ഭാഗമായി CPM കൈക്കൊണ്ട തീരുമാനം. പരിഭവം മറന്ന് കോൺഗ്രസ് പാർട്ടി വേദികളിൽ സജീവമാകാൻ ശശി തരൂർ. അടുത്ത ദിവസം വയനാട്ടിൽ നടക്കുന്ന KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ തരൂർ മുഴുവൻ സമയവും പങ്കെടുക്കും. അതേസമയം പാർട്ടിയുടെ പരിമിതിക്കുള്ളിൽ നിന്ന് മറ്റു പാർട്ടികളുടെ നല്ലതിനെ താൻ പ്രശംസിക്കുന്നതാണ് വിമർശനത്തിന് വഴിവെക്കുന്നതെന്നും News 18 മലയാളി ഓഫ് ദ ഇയർ പുരസ്കാരം ഏറ്റുവാങ്ങി തരൂർ പ്രതികരിച്ചിരുന്നു. ശ്രീ നാരായണ ഗുരു എപ്പോഴും പറയില്ലേ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന്. അതുപോലെ ഞാൻ പറയട്ടെ, രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം നന്നായാൽ മതി. അതാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിലാണ് ഞാൻ എൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പിലും എൻ്റെ എല്ലാ പ്രവർത്തനത്തിലും കാണിക്കാൻ ശ്രമിച്ചത്. ഞാൻ ചിലപ്പോൾ പാർട്ടിയുടെ പരിധികൾ ക്രോസ് ചെയ്തിട്ടായിരിക്കും മറ്റേവരെക്കുറിച്ച് നല്ല വാക്കുകൾ പറയണത്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ആവശ്യമില്ല. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്.
എപ്പോഴും കേരളത്തിൻ്റെ നന്മ, ഭാരതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ഒരു ഭാരതീയ പൗരനായിട്ടും ഒരു മലയാളിയായിട്ടും ഞാൻ കാണുന്നത് ഇതാണ്: പ്രവർത്തിക്കണം, പഠിക്കണം, പക്ഷേ നാടിന് നന്മയ്ക്ക് വേണ്ടി എപ്പോഴും നിൽക്കണം. ശശി തരൂർ കോൺഗ്രസ് പാർട്ടിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള പ്രതീതി പലതവണ ഉയർന്നു കേട്ടതാണ്. അത്തരത്തിലുള്ള പ്രസ്താവനകൾ കോൺഗ്രസിൻ്റെ ദേശീയ നിലപാടിന് വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ തുടർച്ചയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് അടക്കം അദ്ദേഹം പല വിഷയങ്ങളിലും നടത്തുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോഴൊക്കെ പുറത്തേക്ക് പോകാൻ തരൂർ ഒരു കാരണമുണ്ടാക്കുകയാണ് എന്ന തരത്തിൽ കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാക്കൾ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പരസ്യമായി തന്നെ രംഗത്തെത്തുകയും ചെയ്തതാണ്. പക്ഷേ അതിനിടയിലാണ് തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ശശി തരൂർ വീണ്ടും കോൺഗ്രസ് പാർട്ടിയുമായി സജീവമായി അടുക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ പരിഭവം മറന്ന് വീണ്ടും പാർട്ടി വേദികളിൽ സാന്നിധ്യമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിലൊക്കെ തിരുവനന്തപുരത്ത് ശശി തരൂർ കൃത്യമായി തന്നെ പങ്കെടുത്തിരുന്നു. അതിനുശേഷം എന്താകും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് എന്നതിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള അഭ്യൂഹങ്ങളും ചർച്ചകളുമൊക്കെ നടക്കുന്നതിനിടയിലാണ് വയനാട്ടിൽ അടുത്ത ദിവസം നടക്കാൻ പോകുന്ന ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ പൂർണ്ണമായും മുഴുവൻ സമയവും പങ്കെടുക്കാൻ ശശി തരൂർ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പാർട്ടിയുമായി ഇനിയൊരു ഏറ്റുമുട്ടലിനില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു അഭിപ്രായ ഭിന്നതയ്ക്ക് ഇനി അവസരം കൊടുക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് തരൂർ അനുകൂലികൾ എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പാർട്ടിയിൽ കൂടുതൽ സജീവമാകാനുള്ള ഒരു നീക്കമാണ് ശശി തരൂർ നടത്തുന്നത് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തായാലും അദ്ദേഹം കൃത്യമായി തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു അവാർഡ് വേദിയിലാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് പാർട്ടിയുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം കൃത്യമായി മറ്റ് പാർട്ടിയിലെ നല്ല കാര്യങ്ങളെ കൃത്യമായി പ്രശംസിച്ച് പറഞ്ഞത് വലിയ വിമർശനങ്ങൾക്ക് പലപ്പോഴും വഴിവെച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം നന്നായാൽ മതി എന്നൊരു നിലപാടിൽ താൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ നിലപാടിൽ, അത്തരത്തിലുള്ള നിലപാടുകളിൽ മാറ്റം വരാനുള്ള ഒരു സാധ്യതയുമില്ല. അതേസമയം കോൺഗ്രസിൻ്റെ ഭാഗമായി സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹം മുൻപന്തിയിൽ തന്നെ, മുഖ്യധാരയിൽ തന്നെ ഉണ്ടാകും എന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. മുസ്ലിം ലീഗിനെതിരായ കടുത്ത വിമർശനം തുടർന്ന് വെള്ളാപ്പള്ളി നടേശൻ. മതവിദ്വേഷം അഴിച്ചുവിട്ട് വർഗീയ സംഘർഷത്തിനാണ് ലീഗിന്റെ ശ്രമം. അധികാരത്തിൽ വന്നാൽ മാറാട് കലാപം പോലെ ഒരു കലാപമുണ്ടാക്കാനാണ് ലീഗ് ശ്രമിക്കുന്നത്. മുസ്ലിം സമുദായത്തെ മൊത്തം ഈഴവ സമുദായത്തിന് എതിരാക്കാനാണ് ശ്രമമെന്നും മുസ്ലിം സമുദായത്തെ അല്ല ലീഗിനെയാണ് താൻ വിമർശിക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഞാൻ പറഞ്ഞ സത്യമാണെങ്കിൽ ആ കുറവ് മനസ്സിലാക്കി ഞങ്ങൾക്കൂടെ പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന് പറയേണ്ടതിന് പകരം എന്നൊരു മതവിദ്വേഷമായി. ഞാനൊരു മതത്തെയും വിദ്വേഷിക്കില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ കൂടെ നിൽക്കുന്നതിൽ പലരും തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടതാണ്. ഈ മുസ്ലിം സമുദായം മൊത്തമായി ഈ വിദ്വേഷം പരത്താവുന്ന രീതിയിൽ മുസ്ലിം സമുദായത്തെ തിരിച്ചുവിട്ടുകൊണ്ട് ഒരു മതവിദ്വേഷം ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് മതസൗഹാർദ്ദം ഇല്ലാതാക്കി, മതസൗഹാർദ്ദമില്ലാതെ കലഹം ഉണ്ടാക്കാൻ ഒരു കുൽസിത ശ്രമമാണ് ഇതിപ്പോൾ ലീഗ് നടത്തിക്കൊണ്ടത്. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറ. അതിന് ഉത്തരത്തിൽ പറയാതെ മാറിപ്പോണെന്താണ്? ഞാൻ അവിടെ ചെന്ന് ലീഗിനെ ഒന്നും ചീത്ത പറഞ്ഞില്ല. അവിടെ പോയി സ്കൂൾ മലപ്പുറത്ത് ഞങ്ങൾക്ക് ഒന്നുമില്ല എന്നെൻ്റെ സ്വന്തം സമുദായത്തിൽ ദുഃഖം ഒന്ന് പറഞ്ഞപ്പോൾ ലീഗിനെയാണ് ഞാൻ ഭരിച്ച ലീഗിനെയാണ് പറഞ്ഞത്. ആ സമുദായത്തെ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ആ സമുദായത്തിൽപ്പെട്ട എത്രയോ പേര് ഞങ്ങളുമായിട്ട് നല്ല സൗഹാർദ്ദത്തിൽ പോകുന്നു. മുസ്ലിം സമുദായത്തിന് മൊത്തം ഈഴവ സമുദായത്തിന് എതിരാക്കാൻ, അങ്ങനെ ഇനിയൊരു മാറാട് കലാപം ഇവിടെ അടുത്ത ഭരണം കിട്ടിയാൽ നടത്തണമെന്നുള്ള ദുഷ്ടലാക്കോടുകൂടി ലീഗിൻ്റെ നേതാക്കന്മാരും പരിശ്രമിക്കുന്നു. മാധ്യമപ്രവർത്തകനെ തീവ്രവാദിയെന്ന് അധിക്ഷേപിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി. അയാൾ തീവ്രവാദിയാണ്, MSF നേതാവാണ്, മുസ്ലിങ്ങളുടെ വക്താവാണെന്നുമായിരുന്നു വെള്ളാപ്പള്ളിയുടെ അധിക്ഷേപം. അയാളെ ആരോ മനഃപൂർവ്വം പറഞ്ഞയച്ചതാണ്, തന്റെ പ്രായത്തെ പോലും മാനിച്ചില്ലെന്നും ഒരു മര്യാദയുമില്ലാതെയാണ് തന്നെ വളഞ്ഞതെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു. നിങ്ങളൊന്ന് ആലോചിക്കണം, എൻ്റെ പ്രായം, എനിക്ക് 89 വയസ്സുള്ള ഒരാളാണ്. മാധ്യമരംഗത്തും ഞാനൊരു മുത്തച്ഛനാണെന്ന് പറയണം. കാരണം മാധ്യമരംഗത്തും ഞാൻ ഏറെ കൊല്ലങ്ങളായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. എന്നോട് ഒരു മര്യാദയില്ലാതെ എന്നെ വളഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ റോഡിൻ്റെ നടുവിലാണ് എന്നെ നിർത്തിയത്. ഞാൻ ചോദിച്ചു, നല്ല വെയിലല്ലേ, എൻ്റെ ഈ പ്രായത്തിനുമായിട്ട് നമ്മൾ ഇവിടെ വെച്ചത് വേണോ? ഇത് ശിവഗിരിയാണ്. ഈ ശിവഗിരി വെച്ചല്ല നമ്മൾ പത്രവും
കാര്യക്കാരതും സംവാദം നടത്തേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അതിനോട് 90% ഉള്ള ആളുകളെല്ലാം സഹകരിച്ച് അവർ വളരെ ശാന്തവും മൈൽഡായിട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചുള്ളത് ഈ വശത്ത് നിന്ന ആളുകളാണ്. അത് സിമ്പിളായി ചോദിച്ചിട്ട് നിൽക്കുമ്പോഴാണ് ഒരാൾക്ക് ഈ ഇരിക്കുന്ന റിപ്പോർട്ടർ ഈ കുന്തവും കൊണ്ട് ഇങ്ങോട്ട് വരിക. കാരണം ഒരാൾ എനിക്ക് സംസാരിച്ചിരിക്കല്ല ഞാൻ ഈ സംസാരിച്ചിരിക്കുമ്പോൾ ആ സംസാരത്തിനെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ റിപ്പോർട്ടർ ചാനലുകാരൻ ആ ചാനലിൻ്റെ ഈ വടിയും പിടിച്ച് എന്നെ നേരെ വരികയാണ്. UDF ഗവൺമെൻറ് കാലത്തൊന്നും തന്നില്ല എന്ന് പറയുമ്പോൾ LDF കാലത്ത് എന്ത് തന്നു ഞാൻ പറഞ്ഞു ഇതിവിടെ സമ്മതിക്കേണ്ട വിഷയമല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ വന്ന ആളെ എനിക്കറിയാം. റാഹി ഇരാറ്റുപേട്ടക്കാരനാണ്, MSFൻ്റെ നേതാവാണ്. അവൻ തീവ്രവാദിയാണ്, മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ്. ഇതൊക്കെ എനിക്കറിയാം. അയാളെ ആരോ പറഞ്ഞയച്ചതാണ്. കാരണം ഒരു കർമ്മം ഒന്നുമില്ല. ഞാൻ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ, അയാളോട് കാണിക്കുന്ന മര്യാദയില്ലേ, അവിടെ സംസാരിക്കുന്ന രീതി, ഒരു പക്വത, ഒരു ചാനൽ ചർച്ചയിൽ വരുമ്പോൾ അതിൽ ഒരു പ്രതിനിധി അവർ എത്തുന്നതിൽ അവരോട് കാണിക്കേണ്ട സാമാന്യ മര്യാദയും പക്വതയും ഒന്നുമില്ലെങ്കിൽ അവൻ്റെ അപ്പുപുരാകാനുള്ള പ്രായം എനിക്കില്ലേ. ഇതായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിമർശനം. കഴിഞ്ഞ ദിവസം ശിവഗിരിയിൽ വെച്ച് ചോദിച്ച ചോദ്യമാണ് വെള്ളാപ്പള്ളിയെ പ്രകോപിപ്പിച്ചത്. തുടർന്ന് വെള്ളാപ്പള്ളി മൈക്ക് തട്ടി മാറ്റിയതൊക്കെ ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായിരിക്കാം വെള്ളാപ്പള്ളി നടേശൻ ഒരു വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ പ്രതികരിക്കുന്നത്. അത് ഒരു വലിയ പ്രകോപനവുമായി. സർക്കാരിന്റെ ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ടറെ കുറെ നാളായി നിങ്ങൾ തുടങ്ങിയിട്ട്, കുറെ നാളായി തുടങ്ങിയിട്ട് CPIയെ ചതിയൻ ചന്തുവെന്നും വിളിച്ചിരുന്നു വെള്ളാപ്പള്ളി നേരത്തെ. ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് ഇന്ന് ആവർത്തിച്ചത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്, നിലപാടിൽ മാറ്റമില്ല. CPIക്കാർ കാറിൽ കയറ്റില്ല, പക്ഷേ കാശ് വേണം. കൊടുത്തതിൻ്റെ കണക്കുകൾ മര്യാദ ഉള്ളതുകൊണ്ട് പറയുന്നില്ലെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെ, പറഞ്ഞതിൽ നിന്നും പറഞ്ഞില്ല. CPIയുടെ ആളുകൾ എന്നെ പറഞ്ഞു ആ CPIയുടെ എന്നെ വണ്ടി കയറ്റിയെന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വണ്ടി ഞാനിതാണ് TV തോമസ്, MN ഗോവിന്ദൻ നായർ, PS ശ്രീനിവാസൻ, ഇവരൊക്കെ എൻ്റെ വണ്ടി എന്ന് മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണ്. അവന് എൻ്റെ സമ്പത്ത് എന്ന് മാത്രം ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. ഇദ്ദേഹം അന്ന് ഈ രംഗത്ത് പോലും ഇല്ലാഞ്ഞ കാലത്ത് പോലും ഇവരെല്ലാം തന്നെ നല്ല സൗഹാർദ്ദം പുലർത്തി അവരുമായിട്ട് ഒന്നിച്ച് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം അപ്പോഴും പറഞ്ഞു എൻ്റെ കൈ ഞാൻ കൊടുക്കും ചിരിക്കുന്നു. അതായത് എൻ്റെ കയ്യിൽ പണം വേണം, ചിരിക്കുകയും ചെയ്യും, വണ്ടി കയറുകയില്ല. ഞാൻ വണ്ടി കയറുമെന്ന് പറഞ്ഞോ. വെള്ളാപ്പള്ളിയല്ല LDF എന്ന് ആവർത്തിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഇന്ന് രംഗത്ത് വന്നു. മാർക്കിടാൻ വെള്ളാപ്പള്ളി ആരും ഏൽപ്പിച്ചിട്ടില്ല. CPIക്കാർ തെറ്റായ വഴിക്ക് ഒറ്റ പൈസ പോലും വാങ്ങിയിട്ടില്ലെന്നും ഫണ്ട് പിരിച്ചു കാണുമെന്നും വെള്ളാപ്പള്ളിയുടെ ആരോപണത്തിന് ബിനോയ് വിശ്വം മറുപടി നൽകി. വെള്ളാപ്പള്ളിയുമായി തർക്കത്തിനില്ലെന്നും ബിനോയ് പറഞ്ഞു. LDFനോ ഏതെങ്കിലും പാർട്ടിക്കോ മാർക്കിടാനോ തെറ്റുശരിയും പറയാനോ ഞങ്ങളാരും വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചിട്ടില്ല. വെള്ളാപ്പള്ളിയല്ല LDF. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും വെള്ളാപ്പള്ളിയുടെ ഒരു പ്രദേശവും കാത്തിരിക്കുന്നില്ല. വെള്ളാപ്പള്ളിയെ കാറിൽ കയറിയ വിവാദത്തിൽ ബിനോയ് വിശ്വമല്ല പിണറായി വിജയൻ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി. തന്റെ നിലപാട് താൻ പറയും, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അദ്ദേഹവും പറയും. അതിലെ ശരി ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. വളരെ ശരിയല്ലേ അത്? ബിനോയ് വിശ്വം അല്ല പിണറായി വിജയൻ. വളരെ ശരിയാണത്. അതുകൊണ്ട് എൻ്റെ കാര്യം നിലപാട് ഞാൻ പറയും, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും നിലപാടും അദ്ദേഹം പറയും. വെള്ളാപ്പള്ളി നടേശൻ മാധ്യമപ്രവർത്തകനെ അധിക്ഷേപിച്ചതിനും ലീഗ് വർഗീയ സംഘർഷത്തിന് ശ്രമം നടത്തുന്നുവെന്ന ആരോപണത്തിലും വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയാണ് എല്ലാത്തിനും കുടപിടിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയാത്തത് വെള്ളാപ്പള്ളിയെ പോലെയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയാണെന്നും സതീശൻ ആരോപിച്ചു. എന്നിട്ടിപ്പോൾ അവർ മുസ്ലിമിനെയും മുസ്ലിം ലീഗിനെയും പറയാണ്. എന്താണ് മുസ്ലിം ലീഗും അവർ തമ്മിലുള്ള പ്രശ്നം? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയും ലീഗ് ഭരിച്ചിരുന്ന വിദ്യാഭ്യാസ വകുപ്പും നിരവധി സ്ഥാപനങ്ങൾ SNDPക്ക് SN ട്രസ്റ്റിന് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെ പ്രകീർത്തിച്ചുകൊണ്ട്
അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൻ്റെ റെക്കോർഡ് നിങ്ങളുടെയൊക്കെ ലൈബ്രറിയിലുണ്ട്. എന്നിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തോട് എന്താണ് ഇന്നലെ ആ മാധ്യമപ്രവർത്തകൻ ചോദിച്ച തെറ്റെന്താണ്? ഞങ്ങളോടൊക്കെ നിങ്ങൾ എന്തെല്ലാം ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്? അതിനയാൾ വർഗീയവാദിയാണ് എന്ന് അയാൾക്കെതിരെ ആക്ഷേപിക്കുകയാണ് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചതിനെതിരായിട്ട്. ഇതെല്ലാത്തിനും കൊട പിടിച്ചു കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് പറയാൻ പറ്റാത്ത കാര്യം കൂടി ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. തുടരട്ടെ, തുടരുന്നതാണ് നല്ലത്, നിർത്തണ്ട. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITയുടെ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഉടൻ നോട്ടീസ് നൽകിയേക്കും. UDF കൺവീനർ അടൂർ പ്രകാശിന്റെ മൊഴിയും വൈകാതെ രേഖപ്പെടുത്തുമെന്നാണ് സൂചന. ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണം CBIക്ക് നൽകണമെന്ന് ശുപാർശ ചെയ്ത് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ രംഗത്തെത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITയുടെ അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനിടയിലാണ് നിർണായകമായ നീക്കങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയേക്കും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതോടൊപ്പം UDF കൺവീനർ അടൂർ പ്രകാശിന്റെ മൊഴിയും വൈകാതെ തന്നെ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയേക്കും. സോണിയാഗാന്ധിയുടെ അടുക്കൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്താനിടയായ സാഹചര്യം സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് UDF കൺവീനറുടെ മൊഴിയെടുക്കാനുള്ള ഒരു നീക്കം അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾ പലതവണ ചോദിച്ചിരുന്നു, ഈ കേസിൽ ഇതിൻ്റെ ഒരു രാജ്യാന്തര മാനമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് മറ്റ് തരത്തിലുള്ള ഒരു അന്വേഷണം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട് എന്ന നിലപാടിൽ BJP ഉൾപ്പെടെയുള്ള കക്ഷികൾ ഉറച്ചു നിൽക്കുകയാണ്. അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയും ഹൈക്കോടതി തന്നെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവർക്ക് ഏതെങ്കിലും വീഴ്ച സംഭവിച്ചതായുള്ള പരാമർശങ്ങളൊന്നുമില്ല, പിന്നെ എന്തിനാണ് മറ്റൊരു ഏജൻസിയുടെ അന്വേഷണമെന്നായിരുന്നു. അതിനിടയിലാണ് കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം കേസിൻ്റെ അന്വേഷണം ഇതിൻ്റെ അന്തർദേശീയ മാനങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് അന്വേഷണം CBIക്ക് വിടണമെന്നൊരു ശുപാർശ മുമ്പോട്ട് വെച്ചതായുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. എന്തായാലും തിരക്കിട്ട ചർച്ചകൾ ആഭ്യന്തര വകുപ്പിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്നുണ്ട്. തുടർ നീക്കങ്ങളുടെ ഭാഗമായി SIT കൂടുതൽ രാഷ്ട്രീയ ഉന്നതരിലേക്ക് എത്തുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. എന്തായാലും PS പ്രശാന്തിനെ വൈകാതെ തന്നെ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നില്ലെന്ന പിണറായി വിജയന്റെ വാദം തെറ്റെന്ന് VD സതീശൻ. CPM അനുകൂലികളായ 2 പോലീസ് ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘത്തിൽ തിരികെ കയറ്റാൻ ശ്രമം നടത്തിയതായും VD സതീശൻ ആരോപിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ഫോട്ടോ എടുത്തവരെല്ലാം പ്രതികളാകുമോ എന്നായിരുന്നു അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിരന്തരമായി SITയുടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ അന്വേഷണ സംഘത്തിൻ്റെ മീതെ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവസാനം 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ SITയിലേക്ക് പ്രവേശിപ്പിക്കുക. അവർക്ക് 2 പേർക്കും പരസ്യമായ CPM ബന്ധമുള്ള ആളുകളാണ്. CPM ബന്ധമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി SITയിൽ കടന്നു കയറി SITയുടെ അന്വേഷണത്തിൻ്റെ രഹസ്യങ്ങൾ CPMന് ചോർത്തിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അനിവാര്യമെന്ന് K. സുരേന്ദ്രൻ. ആഭ്യന്തര വകുപ്പ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. ദേവസ്വം ബോർഡ് മുന്നംഗം KP ശങ്കർദാസിലേക്ക് അന്വേഷണം എത്തുന്നില്ല. ഇത് ബോധപൂർവമാണ്. കടകംപള്ളിയുടെ ചോദ്യം ചെയ്യലിന് ശേഷം അന്വേഷണ സംഘത്തിൽ വലിയ മാറ്റം വന്നുവെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. എല്ലാ കുറ്റവാളികളും നിയമത്തിന്റെ വലയിലാവണമെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അനിവാര്യമായേ മതിയാവൂ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെടുക. നമ്മൾ സ്വർണ്ണക്കൊള്ളയുടെ വിശദാംശങ്ങൾ ഓരോന്ന് പുറത്തു വരുമ്പോഴും ഇവിടുത്തെ അന്വേഷണം കൊണ്ട് ഇത് പൂർണ്ണമായിട്ടും തെളിയാൻ പോകുന്നില്ല എന്നുള്ള വസ്തുതയിലേക്ക് എത്തിച്ചേരുകയാണ്. പ്രമുഖരായിട്ടുള്ള പല ആളുകളും ഇതിൽ പങ്കാളികളാണ് എന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യമായപ്പോൾ മുകളിൽ നിന്നുള്ള ഇടപെടലുകൾ ശക്തമായിരിക്കും. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിന് ശേഷം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിരിക്കും. 2 പ്രമുഖരായിട്ടുള്ള CPM കേഡറുകളെ പോലീസിനകത്തുള്ള ഈ അന്വേഷണ സംഘത്തിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കും. ഇടതനുകൂല നിലപാട് മയപ്പെടുത്തി NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ശബരിമല വിഷയത്തിൽ മാത്രമാണ് ശരിദൂരമെന്നും അതിനെ രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ലെന്നും
മറ്റ് വിഷയങ്ങളിലെല്ലാം സമദൂരം തുടരുമെന്നും വ്യക്തമാക്കി. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ അഭിനന്ദിച്ചും UDF-നെ വിമർശിച്ചും സുകുമാരൻ നായർ രംഗത്ത് വന്നത് NSSന്റെ ഇടതനുകൂല നിലപാടായി വ്യാഖ്യാനിച്ചിരുന്നു. ഇതിലാണിപ്പോൾ ചെറിയ തിരുത്ത് സുകുമാരൻ നായർ വരുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും യാതൊരു സംശയവും. ശരിദൂരം ശബരിമല വിഷയത്തിൽ മാത്രമേ ഉള്ളൂ. അതിനെ രാഷ്ട്രീയമായിട്ട് കുഴക്കേണ്ട കാര്യം. ആ കാര്യത്തിൽ നമ്മളൊരു ശരിദൂരം ഉണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും സമദൂരം തന്നെ. അടുത്ത മാസം പകുതിക്ക് ശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നേക്കും. സാധാരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഒരുങ്ങാറുള്ള UDF ഇക്കുറി നേരത്തെയാണ്. ഈ മാസം പകുതിയോടെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനുള്ള തിരക്കിട്ട ചർച്ചകൾ ആരംഭിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും ഈ മാസം തന്നെ തീരുമാനമുണ്ടാകും. ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയിൽ വൻ സസ്പെൻസ് ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. പതിവ് സീറ്റ് മോഹികൾക്കൊന്നും ഇക്കുറി സീറ്റ് കിട്ടില്ല. വയനാട് ബത്തേരിയിൽ നടക്കുന്ന കോൺഗ്രസ് ക്യാമ്പിന് ശേഷം തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് അന്തിമ രൂപം നൽകും. അടുത്ത മാസം അവസാന വാരത്തിന് മുമ്പായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടാകും. ഇതിനു മുമ്പ് വളരെ വേഗത്തിൽ തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ UDF ഒരുങ്ങുകയാണ്. അതിൽ കോൺഗ്രസിൻ്റെ നീക്കമാണ് ഏറ്റവും ശ്രദ്ധേയം. കോൺഗ്രസ് വമ്പൻ സസ്പെൻസുകളുമായി ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ്. 50% യുവതികൾക്കും യുവാക്കൾക്കും ഒപ്പം തന്നെ പുതുമുഖങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പട്ടികയാണ് ഉണ്ടാവുക. അത് ദേശീയ നേതൃത്വത്തിൻ്റെ കൂടി താല്പര്യം പരിഗണിച്ചുകൊണ്ടാണ് അത്തരമൊരു പട്ടിക ഉണ്ടാവുക. അതിനും അപ്പുറം മറ്റു ചില സസ്പെൻസുകൾ ഈ പട്ടികയിൽ ഉണ്ടാകുമെന്നതാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യതയായി പറയുന്ന ഒരു കാരണം എല്ലാ സിറ്റിംഗ് MLA-മാർക്കും ഇത്തവണ സീറ്റുണ്ടാവും. അതേ മണ്ഡലങ്ങളിൽ തന്നെ മത്സരിക്കാം. പക്ഷേ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ഒഴികെ അവിടെ പുതിയൊരു സ്ഥാനാർത്ഥി വരും. രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റുണ്ടാവില്ല. തൃപ്പൂണിത്തുറയുടെ കേസിൽ ഇപ്പോഴും ചെറിയ ആശയക്കുഴപ്പമുണ്ട്. തൃപ്പൂണിത്തുറയിൽ K. ബാബു മത്സരിക്കാൻ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. K. ബാബു മത്സരിക്കുന്നില്ലെങ്കിൽ പകരം ഒരു സ്ഥാനാർത്ഥിയെ തൃപ്പൂണിത്തുറയിൽ കണ്ടെത്തും. മറ്റ് സിറ്റിംഗ് മണ്ഡലങ്ങളിലൊന്നും മാറ്റമുണ്ടാവില്ല. മറ്റിടങ്ങളിൽ വലിയ പരീക്ഷണങ്ങൾക്കും നീക്കങ്ങൾക്കുമാണ് ഇത്തവണ കോൺഗ്രസ് ഒരുങ്ങുന്നത്. നിരവധി പുതുമുഖങ്ങളെ പരീക്ഷിച്ചേക്കാം. അവിടെ ജയസാധ്യത നോക്കിക്കൊണ്ടുള്ള ചില മാറ്റങ്ങളും നീക്കങ്ങളുമാണ് ആലോചിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വിജയസാധ്യത എന്ന ഒറ്റ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയുള്ള പ്രഖ്യാപനങ്ങളും നീക്കങ്ങളുമാണ് ഉണ്ടാവുക. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇടതുപക്ഷത്തിൻ്റെ പരമ്പരാഗത കോട്ടകൾ ഇത്തവണ അത് പിടിച്ചെടുക്കാൻ വേണ്ടി പുതിയൊരു തന്ത്രത്തിന് കൂടി കോൺഗ്രസ് തുടക്കമിടുകയാണ്. അത് പൊതുസ്വതന്ത്രരെ കണ്ടെത്തുകയാണ്. സാധാരണ ഇടതുപക്ഷമാണ് പൊതുസ്വതന്ത്രർക്ക് പിന്നാലെ പോകുന്നത്. ഇത്തവണ ഇടതുകോട്ടകൾ പിടിച്ചെടുക്കാൻ സാംസ്കാരിക പ്രവർത്തകരടക്കമുള്ള അവരെ സ്ഥാനാർത്ഥികളാക്കിക്കൊണ്ട് UDF-ന്റെ ഭാഗമാക്കിക്കൊണ്ടുള്ള നീക്കത്തിന് കൂടി ഒരുങ്ങുന്നു. അങ്ങനെ പൊതുസ്വതന്ത്രരെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി കോൺഗ്രസ് തേടുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. വയനാട്ടിൽ നടക്കുന്ന കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ പ്രചരണ തന്ത്രങ്ങൾക്ക് അന്തിമ രൂപം നൽകുകയാണ്. അങ്ങനെ വേഗത്തിൽ പ്രഖ്യാപനം നടക്കും. മുന്നണിയിലെ സീറ്റ് ചർച്ചകൾ ഈ ആഴ്ച അവസാനം തന്നെ പൂർത്തിയാവുന്നു. ഒപ്പം തന്നെ ഈ മാസം അവസാനം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച ഒരു അന്തിമ ധാരണയിലേക്ക് എത്താനാണ് നീക്കം ആരംഭിക്കുന്നത്. നേരത്തെ ഒരുങ്ങി നേരത്തെ തയ്യാറെടുക്കുക, ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു തന്ത്രം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നൽകിയ ഒരു ആത്മവിശ്വാസം, അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് കോൺഗ്രസിൻ്റെ നീക്കം. തിരക്കിട്ട ചർച്ചകൾ കോൺഗ്രസ് UDF കേന്ദ്രങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള വിഷയങ്ങളിലേക്കും അത്തരം സാധ്യതകൾ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ കണക്കെടുപ്പ് എടുത്തുകൊണ്ടുള്ള ഒരു നീക്കം കൂടിയാണ് വരുന്നത്. ഇതിനിടയിൽ സമാന്തരമായ ചില സർവേകൾ കൂടി കോൺഗ്രസ് ആരംഭിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി സാധ്യതകൾ സംബന്ധിച്ചുള്ള നീക്കങ്ങൾ കൂടിയാണ്. ചിലർക്കൊക്കെ സ്ഥാനാർത്ഥി സാധ്യതാ സൂചനകളൊക്കെ കൈമാറിയിട്ടുണ്ട്. മുന്നണിയിലെ ചില സീറ്റുകൾ വെച്ചുമാറലുകളും പരിഗണനയിലുണ്ട്. ഉദാഹരണം, ലീഗുമായുള്ള സീറ്റ് വെച്ചുമാറലിന് പുറമേ തന്നെ കേരള കോൺഗ്രസുമായുള്ള ചില സീറ്റ് വെച്ചുമാറലുകളും അത്തരം നീക്കങ്ങളും ഒക്കെ ഉണ്ടാവും. പ്രധാനപ്പെട്ട ജില്ലകളിലൊക്കെ അത് വളരെ പ്രകടമാവുകയും ചെയ്യും. അങ്ങനെ വമ്പൻ സസ്പെൻസുകളാണ് കാത്തിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കോൺഗ്രസിൻ്റെ പതിവ് സീറ്റ് മോഹികൾക്ക് ഇത്തവണ അവസരമുണ്ടാവില്ല എന്നതാണ്. കാരണം വിജയസാധ്യത എന്ന മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ പാർട്ടിയിലെ സീനിയോറിറ്റി മറികടന്നുകൊണ്ട് ഈ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ പതിവ് സീറ്റ് മോഹികൾക്ക് ഇത്തവണ നിരാശ തന്നെയായിരിക്കും ഫലം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും മുസ്ലിം ലീഗും സീറ്റുകൾ വെച്ചുമാറിയേക്കും. കഴിഞ്ഞ പരാജയപ്പെട്ട സീറ്റുകളിലാണ് മുന്നണിയുടെ വിജയസാധ്യതകൾ മുൻനിർത്തി ഇത്തവണ പുതിയ പരീക്ഷണത്തിനൊരുങ്ങുന്നത്. ഇരു പാർട്ടികൾക്കിടയിലും നടക്കുന്ന ചർച്ചകൾ ഫലം കണ്ടാൽ പല പ്രധാന സീറ്റുകളിലും മാറ്റമുണ്ടാകും. കഴിഞ്ഞ 2 തവണയായി വിജയിക്കാൻ കഴിയാത്ത സീറ്റുകൾ ഏത് വിധേനയും നേടിയെടുക്കുക എന്ന ഉദ്ദേശമാണ് സീറ്റുകളുടെ കൈമാറ്റത്തിന് പിന്നിൽ. കോൺഗ്രസും മുസ്ലിം ലീഗും കാലങ്ങളായി മത്സരിക്കുന്ന സീറ്റുകൾ പ്രധാനമായിട്ടും അവർ മത്സരിച്ച് തോൽക്കുന്ന സീറ്റുകളാണ് ഇവിടെ വെച്ചുമാറാൻ ഉദ്ദേശിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ
കണ്ണൂർ സീറ്റ് ലീഗ് ആവശ്യപ്പെടുന്നുണ്ട്. അതിന് പകരമായിട്ട് അവർക്ക് കഴിഞ്ഞ തവണ വിജയിക്കാൻ കഴിയാത്ത അഴീക്കോടും വിജയിക്കാൻ കഴിയാത്ത കൂത്തുപുറം, ഇതിലേതെങ്കിലും ഒന്നും കോൺഗ്രസുമായി വെച്ചുമാറാനാണ് പ്രധാനമായിട്ടും ലീഗ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ഇതിനോട് എത്രമാത്രം അനുകൂലമായി പ്രതികരിക്കുമെന്ന് പറയാനാകില്ല. പ്രത്യേകിച്ച് കെ സുധാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കളുടെ സ്വന്തം മണ്ഡലമായതുകൊണ്ട് തന്നെ ജില്ലാ ആസ്ഥാനത്ത് ആ ഒരു സീറ്റ് വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. കോഴിക്കോട് ജില്ലയിലേക്ക് വരികയാണെങ്കിൽ തിരുവമ്പാടി സീറ്റാണ് ലീഗ് പ്രധാനമായിട്ടും വെച്ചുമാറാൻ ഉദ്ദേശിക്കുന്നത്. ലീഗിനാണെങ്കിൽ ഇവിടെ ഇതുവരെ വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ലീഗിനെ സംബന്ധിച്ച് UDFന്റെ ഒരു ശക്തി കേന്ദ്രമാണെങ്കിൽ പോലും അവിടെ ക്രിസ്തീയ വിഭാഗങ്ങളുടെ വോട്ട് വലിയ തോതിൽ തന്നെ വിധി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഈ സീറ്റ് വിട്ടു നൽകി നാദാപുരമോ കൊയിലാണ്ടിയോ പകരം ചോദിക്കുക എന്നുള്ളതാണ് ലീഗിന്റെ പ്രധാനമായിട്ടുള്ള ആലോചന. ഇതിൽ നാദാപുരത്തിനാണ് ലീഗ് ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ നാദാപുരത്ത് കഴിഞ്ഞ തവണ മത്സരിച്ചത് ഇപ്പോഴത്തെ DCC അധ്യക്ഷൻ പ്രവീൺ കുമാറാണ്. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ ഒരുപാട് താല്പര്യം കാണിക്കുന്ന ഒരു സീറ്റാണ് നാദാപുരത്തേത്. അതുകൊണ്ട് തന്നെ അത് വിട്ടു നൽകാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്നറിയില്ല. പക്ഷേ മറുവശത്ത് നോക്കുകയാണെങ്കിൽ ആ തിരുവമ്പാടി സീറ്റ് പിടിച്ചെടുക്കുവാൻ ആ ലീഗിനെ സംബന്ധിച്ച് ഈ ഒരു കൈമാറ്റം ഗുണം ചെയ്യും. കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാക്കൾ, പ്രത്യേകിച്ച് മലപ്പുറം DCC അധ്യക്ഷനായ VS ജോയി അടക്കമുള്ള ക്രിസ്തീയ മേഖലയിൽ നിന്നുള്ളവർ, ആ വിഭാഗത്തിൽ നിന്നുള്ളവർ അവിടെ മത്സരിച്ചാൽ ഗുണം ചെയ്യുമെന്നൊരു വിലയിരുത്തൽ പൊതുവെ ഉള്ളതുകൊണ്ട് അത്തരത്തിലൊരു കൈമാറ്റത്തിന് കോൺഗ്രസും താല്പര്യം കാണിച്ചേക്കുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച ചർച്ചകളും പുരോഗമിക്കുകയാണ്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും മറ്റൊരു സീറ്റ് കൈമാറ്റത്തിൻ്റെ ആലോചന നടക്കുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി സീറ്റാണ്. പട്ടാമ്പി ഏറെക്കാലമായി ലീഗ് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ കോൺഗ്രസ് അത് വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഇത്തവണയും ആ ഒരു ചർച്ചയ്ക്ക് സജീവമായ സാധ്യതകളാണ് ലീഗ് കാണുന്നത്. പട്ടാമ്പിക്ക് പകരം കഴിഞ്ഞ തവണ മത്സരിച്ച കോങ്ങാട്, അത് സംവരണ സീറ്റാണ്, കോങ്ങാട് കോൺഗ്രസിന് നൽകാം എന്നൊരാലോചനയാണ് ലീഗിനുള്ളിലുള്ളത്. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ തവണ തോറ്റതിന് ശേഷവും മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന റിയാസ് മുക്കോളിയെ പോലെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സമ്മർദ്ദം, അതേപോലെ അവരെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ സമ്മർദ്ദമൊക്കെ ലീഗിന് ഈ ഒരു വിഷയത്തിൽ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി സീറ്റ് കൈമാറ്റം എത്രമാത്രം സാധ്യമാകുമെന്നുള്ളതും കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിട്ട് നിൽക്കുന്നത് ഗുരുവായൂർ സീറ്റാണ്. ഗുരുവായൂർ കാലങ്ങളായിട്ട് ലീഗ് നേതാക്കൾ മത്സരിച്ച് തോൽക്കുന്ന ഒരു സീറ്റ് കൂടിയാണ്. പലപ്പോഴും അവിടെ വിജയിക്കാൻ സാധ്യതയുള്ളത് കോൺഗ്രസ് ആണെന്ന വിലയിരുത്തൽ പൊതുവേ ഉണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മറ്റെല്ലാ മണ്ഡലങ്ങളിലും BJP ലീഡ് ചെയ്തപ്പോൾ കോൺഗ്രസിനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ഗുരുവായൂരാണ്. അതിൻ്റെ ഒരു ആത്മവിശ്വാസം ഈ ഗുരുവായൂർ സീറ്റ് ചോദിക്കുന്നതിൽ കോൺഗ്രസിനുണ്ട്. കെ മുരളീധരനെ പോലെ ലീഗിനും തള്ളിക്കളയാൻ കഴിയാത്തൊരു നേതാവ് അവിടെ വരികയാണെങ്കിൽ അവിടെ വിജയിച്ച് കയറാൻ കഴിയുമെന്നൊരു കണക്കൂട്ടിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ സീറ്റ് കോൺഗ്രസ് ലീഗിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പകരം അവർ ലീഗ് ചോദിക്കുന്നത് തവനൂരോ മലപ്പുറം ജില്ലയിലെ മറ്റേതെങ്കിലും സീറ്റാണ്. പക്ഷേ അത് സാധ്യമാകുമോ എന്നറിയില്ല. നിലവിൽ തന്നെ മലപ്പുറത്ത് 4 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. അതിൽ തന്നെ തവനൂരൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരിക്കലും വിട്ടുകൊടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള സമ്മർദ്ദം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ സീറ്റ് വിട്ടുകൊടുത്താൽ പകരം മലപ്പുറം ജില്ലയിൽ മറ്റൊരു സീറ്റ് നൽകേണ്ടി വരുമെന്നുള്ള ചർച്ച പ്രായോഗികമായി നടപ്പാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. മധ്യ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായിട്ടും എറണാകുളത്ത് കളമശ്ശേരിയിലാണ് ലീഗ് മത്സരിക്കുന്നത്. അവിടെ കഴിഞ്ഞ തവണ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ആ സീറ്റിന് പകരം കൊച്ചി സീറ്റാണ് ലീഗ് ആവശ്യപ്പെടുന്നത്. അതിന് പ്രധാനമായിട്ടും ലീഗിനുള്ളിലെ ചില താല്പര്യങ്ങൾ കൂടിയുണ്ട്. ലീഗിലെ ഒരു വിഭാഗം കളമശ്ശേരിക്ക് പകരം കൊച്ചിയിൽ വേണമെന്നൊരാവശ്യം ഉന്നയിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായെ പോലെയുള്ള ആ മേഖല കേന്ദ്രീകരിച്ചുള്ള നേതാക്കൾ സ്ഥാനാർത്ഥിത്വത്തിനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. അവർക്കൊക്കെ സജീവ പരിഗണനയും പാർട്ടിയുടെ ഭാഗത്തുണ്ട്. അപ്പോൾ ഒരുപക്ഷെ കളമശ്ശേരിക്ക് പകരം കൊച്ചി നൽകുകയാണെങ്കിൽ കോൺഗ്രസ് ലീഗ് ഈ സീറ്റ് കൈമാറ്റം സാധ്യമാകും. കോൺഗ്രസിനാണെങ്കിൽ അവിടെ മുഹമ്മദ് ഷിയാസിനെ പോലെയുള്ള യുവ നേതാക്കൾക്ക് DC അധ്യക്ഷനായ അദ്ദേഹത്തിന് വലിയ സാധ്യത അവിടെ കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഈ 2 സീറ്റും വിജയിക്കാനുള്ള സാധ്യത ഈ ഒരു കൈമാറ്റത്തിലൂടെ ഉണ്ടാകുമെങ്കിൽ അത് സാധ്യമാകുമെന്നൊരു വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത്. അതുപോലെ തന്നെ പുനലൂരിൽ കഴിഞ്ഞ തവണ ലീഗിന് നൽകിയ സീറ്റിൽ മലപ്പുറത്തു നിന്നാണ് അബ്ദുറഹ്മാൻ തണിച്ചത് മത്സരിച്ചത്. അപ്പോൾ അവിടെ ജയിക്കാൻ കഴിയില്ല എന്ന് ലീഗ് നന്നായിട്ട് അറിയാം. അപ്പോൾ അത് കോൺഗ്രസ് നൽകി മറ്റെവിടെയെങ്കിലും ഒരു സീറ്റ് ആവശ്യപ്പെടുക എന്ന തന്ത്രവും ലീഗിനുണ്ട്. അതൊക്കെ തന്നെ ഈ ചർച്ചകളൊക്കെ തന്നെ സജീവമായി നടക്കുന്നുണ്ട്. ഈ 15-ാം തീയതിക്കുള്ളിൽ ഇതൊരു ധാരണയാക്കാൻ കഴിയുമെന്ന കണക്കൂട്ടലാണ് ലീഗ് നേതൃത്വത്തിനും കോൺഗ്രസിനുമുള്ളത്. പക്ഷേ ഈ സീറ്റ് കൈമാറ്റത്തിൽ ഏറ്റവും അവസാനമായിട്ട് എത്രത്തോളം പ്രായോഗികമായിട്ട് നടപ്പാകുമെന്ന് കണ്ടറിയണം. പ്രത്യേകിച്ച് പ്രാദേശിക ജില്ലാ നേതാക്കളുടെ സമ്മർദ്ദം, അവരുടെ സ്വാധീനം ഇതിലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ സമ്മർദ്ദങ്ങൾ അതിജീവിച്ച് ഏത് വിധേനയും ജയിച്ചു കയറുക എന്ന ഒറ്റ ഉദ്ദേശവുമായിട്ടാണെങ്കിൽ ഒരുപക്ഷെ പല സീറ്റുകളും കൈമാറ്റം ചെയ്യപ്പെട്ടേക്കാം. എന്താണെങ്കിലും ഈ മാസം 15-ാം തീയതിയോടെ ഇതിലൊരു അന്തിമ ധാരണ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാനാകുന്നത്. CB അനുമോദ്, ന്യൂസ് 18. ക്രൈസ്തവർക്കെതിരായ അതിക്രമത്തിൽ രൂക്ഷ വിമർശനവുമായി കാതോലിക്ക ബാവ.
RSSന്റെ പോഷക സംഘടനകളായ ബജരംഗ് ദളും BHPയും മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നു. അക്രമങ്ങൾ പള്ളിക്കകത്ത് ഉണ്ടാകാൻ അധികം താമസമില്ലെന്നും മതഭ്രാന്തന്മാരെ നിയന്ത്രിക്കാൻ ഭരണകർത്താക്കൾക്കാണ് ഉത്തരവാദിത്തമെന്നും കാതോലിക്ക ബാവ വിമർശിച്ചു. RSSന്റെ പോഷക സംഘടനകളായിരിക്കുന്ന ബജരംഗ് ദളും അതുപോലെ BHPയും ഒക്കെ ഈ സമൂഹത്തിലെ ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നതായ വാസ്തവം ഇന്നത്തെ മനോരമയിലും 2-3 സ്ഥലങ്ങളിലായിട്ട് ഞാൻ കാണുകയുണ്ടായി. നമുക്കറിയാം, കന്യാസ്ത്രീകൾ കഴിഞ്ഞപ്പോൾ വൈദികരായി പള്ളിയുടെ പുറത്തുള്ളതായ ആഘോഷങ്ങൾ, ക്രിസ്തുമസ് ആഘോഷങ്ങൾ നശിപ്പിച്ച് അകത്ത് കയറാൻ അധികം താമസം ഇല്ല. ഇനി പള്ളിക്കകത്തുള്ള ആരാധനയിലായിരിക്കാം ഇനിയുള്ളതായ ആക്രമണം ഉണ്ടാകുന്നത്. മലപ്പുറം മൈലാടിയിൽ ചെരുപ്പ് ഫാക്ടറിയിൽ തീപിടുത്തം. 150 മീറ്റർ നീളത്തിലുള്ള കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത്. ആർക്കും പരിക്കില്ല. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ജിഷാദ് വിവരങ്ങൾ പങ്കുവെക്കും. ജിഷാദ്, വലിയ തീപിടുത്തമാണ്. തീ ഇതുവരെ അണയ്ക്കാൻ സാധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു, അല്ലേ? രഞ്ജിത്ത്, മലപ്പുറം പൂക്കോട്ടൂർ മൈലാടിയിലാണ് ചെറുപ്പ് നിർമ്മാണ കമ്പനിയിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. ഉച്ചയ്ക്ക് 12:30യോട് കൂടിയിട്ടാണ് ഈ ചെറുപ്പ് നിർമ്മാണ കേന്ദ്രം കത്തി നശിക്കുന്നത്. ചെറുപ്പ് നിർമ്മാണ കമ്പനിയിൽ നിന്ന് പുകയുന്നത് കണ്ട നാട്ടുകാരാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. ഇപ്പോഴും സംഭവ സ്ഥലത്ത് തീയണക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടിനാണെന്നാണ് പ്രാഥമിക നിഗമനം പുറത്തേക്ക് വരുന്നത്. എന്തായാലും വലിയ തീപിടുത്തമാണ്. നാട്ടുകാരും അതുപോലെ തന്നെ ഫയർഫോഴ്സും എന്നിവ എല്ലാവരും ചേർന്ന് ഈ തീയണക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത്, ഇത് ഈ സമീപത്ത് വ്യാപാര സ്ഥാപനങ്ങളോ വീടുകളോ വല്ലതും ഉണ്ടോ? വേറെ നാശനഷ്ടങ്ങളൊന്നും ഈ കട കത്ത് നശിച്ചതല്ലാതെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ, ആർക്കെങ്കിലും പരിക്കോ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ജിഷാദ്? രഞ്ജിത്ത്, പൂക്കോട്ടൂർ മൈലാടി എന്ന സ്ഥലം ഒരു കുന്നും പ്രദേശമാണ്. അവിടെയാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. സമീപ സ്ഥലത്ത് കുറച്ച് അപ്പുറത്തായിട്ടാണ് വീടുകളും കാര്യങ്ങളും ഉള്ളത്. ഈ തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് കമ്പനിക്കകത്ത് ആളുകളുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. ഇതുവരെയും അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. ആർക്കും പരിക്കില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. രഞ്ജിത്ത്, ഇതാണ് സാഹചര്യം. മലപ്പുറം പൂക്കോട്ടൂരിലാണ് ഈ സംഭവം. മൈലാടിയിലാണ് ഈ സംഭവം. ചെരുപ്പ് ഫാക്ടറി പൂർണ്ണമായും കത്തി നശിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും ഈ നിയന്ത്രണ വിധേയമായിട്ടില്ല. വലിയ പുകച്ചുരുളുകൾ ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് കല്ലടിമുഖം ഓൾഡ് ഏജ് ഹോമിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ച അപകടം. 2 പേർക്ക് ഗുരുതരമായി പരിക്ക് പറ്റി. തിരുവനന്തപുരം നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള ഓൾഡ് ഏജ് ഹോമിലാണ് അപകടം. സേബോക്സ് ആപ്പ് തട്ടിപ്പിൽ ED വീണ്ടും ചോദ്യം ചെയ്യുമെന്നത് നുണപ്രചരണമെന്ന് നടൻ ജയസൂര്യ. 3ാം തവണ ചോദ്യം ചെയ്യാനായി സമൻസ് അയച്ചിട്ടില്ല. പരസ്യവുമായി സമീപിക്കുന്നവർ തട്ടിപ്പുകാരാണെന്ന് ഊഹിക്കാൻ കഴിയില്ലെന്നും ജയസൂര്യ ഇൻസ്റ്റഗ്രാമിലൂടെ പ്രതികരിച്ചു. സേബോക്സ് ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട നടൻ ജയസൂര്യയെ കഴിഞ്ഞ 2 തവണയാണ് 24-ാം തീയതിയും 27-ാം തീയതിയുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. അതിനുശേഷം 7-ാം തീയതി നോട്ടീസ് നൽകി വീണ്ടും ഹാജരാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാണ് ED വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അത്തരത്തിലാണ് മാധ്യമങ്ങൾക്ക് വിവരം ലഭിച്ചത്. പക്ഷേ ഇതിനെ പൂർണ്ണമായും തള്ളുകയാണ് നടൻ ജയസൂര്യ. തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. മാധ്യമങ്ങൾ നുണപ്രചാരണം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് നടൻ ജയസൂര്യ ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്നത് പ്രകാരം 7-ാം തീയതി ED നോട്ടീസ് അയച്ചിട്ടില്ല. ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തനിക്കോ തൻ്റെ ഭാര്യയ്ക്കോ നോട്ടീസ് അയച്ചിട്ടില്ല. കഴിഞ്ഞ 2 തവണ മാത്രമാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുള്ളത്. അത് കൃത്യമായി ഹാജരാകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ മറ്റ് അനധികൃതമായ ഒന്നും തന്നെ താൻ ഒരു വിധത്തിലും പണം സമ്പാദിക്കുകയൊന്നും ചെയ്യുന്നില്ല. കൃത്യമായി ടാക്സ് അടയ്ക്കുന്ന വ്യക്തിയാണ്. ഇങ്ങനെ താനൊരു ബ്രാൻഡ് അംബാസഡറായി ഒരു കമ്പനിയുടെ ഭാഗമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമാകുമ്പോൾ അവരേതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്നുണ്ടോ എന്ന് തനിക്ക് മുൻകൂട്ടി അറിയാൻ കഴിയില്ല. അതങ്ങനെയല്ലേ എന്നുകൂടി നടൻ ജയസൂര്യ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും
7-ാം തീയതി ED നോട്ടീസ് അയച്ച് വീണ്ടും ഹാജരാകണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന മാധ്യമങ്ങളിൽ വന്ന വാർത്തയെ പൂർണ്ണമായും തള്ളുകയാണ് നടൻ ജയസൂര്യ. എന്തായാലും ED ഇതിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോവുക തന്നെയാണ്. കഴിഞ്ഞ 2 തവണത്തെ ചോദ്യം ചെയ്യൽ ഈ നടൻ ജയസൂര്യയുടെ അക്കൗണ്ടിൽ 1 കോടി രൂപയാണ് ഈ സ്ഥാപനത്തിൽ നിന്നും വന്നത്. അത് തട്ടിപ്പ് തുകയാണെന്ന ഒരു നിഗമനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തി നിൽക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജയസൂര്യയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും കഴിഞ്ഞ 2 തവണ ജയസൂര്യയും ഭാര്യയും ഹാജരാകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും 7-ാം തീയതി വീണ്ടും വിളിപ്പിച്ചിട്ടുണ്ട് എന്ന വാർത്തയെ പൂർണ്ണമായി തള്ളുകയാണ് നടൻ ജയസൂര്യ. പത്തനംതിട്ട പോലീസ് അതിക്രമത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചുവെന്ന് DGP റവാഡ ചന്ദ്രശേഖർ. എന്താണ് നടന്നതെന്ന് പരിശോധിക്കും. വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉചിതമായ നടപടിയെടുക്കുമെന്നും DGP അറിയിച്ചു. നമുക്ക് പുതുവർഷമായിട്ട് ഇത് ആൾമോസ്റ്റ് മോർ ദാൻ 1000 പ്രോഗ്രാംസ് സംസ്ഥാനം ഉണ്ടായിരുന്നു. പോലീസ് എല്ലാ ഭാഗത്തിലും കൂടെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. 1-2 സംഘങ്ങളിൽ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ അതിൽ എൻക്വയറി എടുത്തിട്ട് ആവശ്യം നടപടി സ്വീകരിക്കാൻ പോകുന്നത്. സാമൂഹ്യ പ്രവർത്തകരെന്ന പോലെ പോലീസ് സമൂഹത്തിൽ ഇടപെടണമെന്ന് DGP. പ്രവർത്തനങ്ങളിൽ സുതാര്യതയും വ്യക്തതയും ഉണ്ടാകണമെന്നും DGP ആവശ്യപ്പെട്ടു. You are the ambassadors of the state. You are having the maximum cutting edge contact, interface with the public. Okay, and hence I consider you as the ambassador. Request but there. Namakku pariyam is like, let us speak for whom? For the weak. Namakku pariyam, let us speak for whom? For the victim. Let us speak for the welfare of our own families. Nammade kudumbangalude families ku pariyam. Let us speak with a voice so clear that the people of Kerala feel safe. The world see us. നമ്മൾ കണ്ടപ്പോൾ നമ്മുടെ നാട്ടുകാർക്ക് ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ആണ് പറയുന്നത്. വടക്കൻ പറവൂരിൽ പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ചത് ചികിത്സാ പിഴവ് കാരണമെന്ന ആരോപണം. പറവൂർ പട്ടണം സ്വദേശി കാവ്യ മരിച്ചതിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കാവ്യ മരിച്ചത്. ഡിസംബർ 24-ാം തീയതിയാണ് പറവൂരിലെ ഡോൺ ബോസ്കോ ആശുപത്രിയിൽ കാവ്യയെ 2ാമത്തെ പ്രസവത്തിനായി പ്രവേശിപ്പിച്ചത്. യുവതിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് പറവൂർ ഡോൺ ബോസ്കോ ആശുപത്രിയിലേക്ക് കാവ്യമോളെ പ്രസവത്തിനായി കൊണ്ടുവന്നത്. 24-ാം തീയതി ഒരു പെൺകുഞ്ഞിന് കാവ്യമോൾ ജന്മം നൽകുകയും ചെയ്തു. അതിനുശേഷം അപൂർവമായുണ്ടായ ഒരു രക്തസ്രാവത്തെ തുടർന്ന് ആരോഗ്യനില വഷളാകുകയും പെട്ടെന്ന് തന്നെ ഡോക്ടർമാർ ഈ പെൺകുട്ടിയുടെ യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് കുടുംബത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് അതിനു വേണ്ടിയിട്ടുള്ള ശസ്ത്രക്രിയയെല്ലാം പൂർത്തിയാകുന്നതിനിടയിലാണ് കാവ്യമോൾക്ക് പെട്ടെന്ന് ഹൃദയാഘാതമുണ്ടായത്. പക്ഷേ കുടുംബം ആരോപിക്കുന്നത് ഈ സമയങ്ങളിലൊന്നും ഈ പെൺകുട്ടിയുടെ ആരോഗ്യനില മോശമാകുന്ന സാഹചര്യങ്ങളിലൊന്നും തന്നെ ആശുപത്രിയിൽ നിന്നും കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായില്ല. കുടുംബത്തെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയിക്കാനും വൈകി. ഈ അമിതമായി രക്തസ്രാവം ഉണ്ടാക്കുകയും പകരം ഈ യുവതിക്ക് രക്തം നൽകുവാൻ വേണ്ടി ഇവർ ആലുവയിലെ ആശുപത്രിയിലേക്ക് പോവുകയും അവിടെ ബ്ലഡ് ബാങ്കിൽ നിന്നാണ് രക്തം എത്തിക്കുകയും ചെയ്തത് എന്ന് കുടുംബം പറയുന്നുണ്ട്. 6 മണിക്കൂറോളം വൈകിയാണ് മറ്റൊരു ആശുപത്രിയിലേക്ക്, അതായത് ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കാവ്യമോളെ മാറ്റാനായി വൈകിയത് എന്ന് കൂടി കുടുംബം ആരോപിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കൃത്യസമയത്ത് കുട്ടിക്ക് വേണ്ടതായ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്നോ അതിൻ്റെ ഗൗരവം എന്താണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. അവരവിടെ വെച്ച് കുട്ടിയെ ചികിത്സിച്ച് വഷളാക്കി വളരെ ഗുരുതരാവസ്ഥയിലാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാനൊരു സാഹചര്യം ഉണ്ടാക്കി തന്നത്. 1-2 പ്രാവശ്യം ഞങ്ങൾ ചെന്ന് ചോദിച്ചിട്ട് പോലും നിരീക്ഷണത്തിലാണ്, കുഴപ്പമൊന്നുമില്ല, ഇവിടുന്ന് ഈ അവസ്ഥയിൽ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകണ്ട എന്നുള്ളൊരു മറുപടിയാണ് അവരിൽ നിന്ന് കിട്ടിയത്. പിന്നീട് ഞങ്ങൾ ഒരു 7 മണിയോടുകൂടി, ഏകദേശം 7 മണിയോടുകൂടി അവർ ആസ്റ്ററിലേക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് എല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അത്രയും ഗൗരവമായ ഒരു അവസ്ഥ അവർക്കറിയാമായിരുന്നിട്ട് ഞങ്ങളോടത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കുടുംബത്തിന്റെ ആരോപണങ്ങളെല്ലാം പൂർണ്ണമായും തള്ളുകയാണ് ആശുപത്രി അധികൃതർ. ആശുപത്രി സൂപ്രണ്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് അപൂർവമായി ഉണ്ടാകുന്ന, അതായത് പ്രസവത്തെ തുടർന്ന് അപൂർവമായി മാത്രമാണ് സ്ത്രീകളിൽ ഇത്രയും അധികം രക്തസ്രാവം ഉണ്ടാകുകയുള്ളൂ. അത് പെട്ടെന്ന് തന്നെ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടന്നു. പക്ഷേ ഹൃദയാഘാതം ഉണ്ടാകുകയും അതും ഒരുവിധം പരിഹരിച്ചു എങ്കിൽ പോലും ഈ കുട്ടിയുടെ ആ രീതിയിലേക്ക് ഗുരുതരമായതിനെ തുടർന്ന് കുടുംബം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇവിടെ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുവാനായി തീരുമാനിച്ചത്. ആ ആശുപത്രിയിലെ ഡോക്ടർമാരുമായിട്ടൊക്കെ കൃത്യമായി സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ഡോൺ ബോസ്കോ ആശുപത്രിയിലെ അധികൃതർ അറിയിക്കുന്നത്.
ഇവിടുന്ന് നമ്മൾ ഹൃദയത്തിൽ മറ്റേ ഹൃദയസ്തംഭനം ഉണ്ടായത് പറഞ്ഞല്ലോ, അതിന് മുമ്പ് ബ്ലീഡിങ് ഉണ്ടായല്ലോ. ഈ രണ്ടവസ്ഥയെല്ലാം നമ്മൾ ഇവിടുന്ന് റിസസിറ്റേറ്റ് ചെയ്ത് ആണ് രോഗിയെ ഇവിടുന്ന് പോകുമ്പോൾ എല്ലാം നോർമലായിട്ടാണ് നമ്മൾ അങ്ങോട്ട് വിട്ടത്. അവർ ഈ വെന്റിലേറ്ററിൻ്റെ ഒരു തുടർ ചികിത്സ ആവശ്യം വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. ഇവിടുന്ന് പോകുന്നിടം വരേക്കും ഈ പറഞ്ഞ ആന്തരിക അവയവങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുടുംബം എന്തായാലും മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. ഇപ്പോൾ വടക്കേക്കര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ഫറൂഖിൽ ഭർത്താവ് മുത്തലാഖ് ചൊല്ലിയ യുവതിയും മകനും കഴിഞ്ഞ 9 ദിവസമായി കഴിയുന്നത് ഭർത്തൃ വീടിന്റെ വരാന്തയിൽ. ഹസീനയ്ക്കും 9 വയസ്സുകാരനായ മകനുമാണ് ദുരവസ്ഥ. 5 വർഷം മുൻപാണ് ഫറൂഖ് സ്വദേശി മുഹമ്മദ് ഫാസിൽ ഹസീനയെ തലാഖ് ചൊല്ലിയത്. നിയമപോരാട്ടത്തിനൊടുവിൽ ഭർത്താവിനൊപ്പം ജീവിക്കാൻ കോടതി ഉത്തരവിട്ടെങ്കിലും മുഹമ്മദ് ഫാസിൽ വീട് പൂട്ടി മറ്റൊരിടത്തേക്ക് താമസം മാറ്റുകയായി. കഴിഞ്ഞ 8 ദിവസമായി സ്വന്തം വീടിൻ്റെ വരാന്തയിൽ ജീവിക്കുകയാണ് ഒരു അമ്മയും മകനും. അവരുടെ ഭർത്താവ് അവരെ തലാഖ് ചൊല്ലിയെന്ന് അറിയിച്ചു. പിന്നീട് കോടതിയെ സമീപിച്ച് ഭർത്താവിനൊപ്പം തന്നെ ജീവിക്കാനുള്ള കോടതി ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം വീട്ടിലേക്ക് എത്തിയപ്പോൾ ഭർത്തൃപിതാവ് വീട് പൂട്ടിയ ശേഷം പുറത്തേക്ക് പോവുകയായിരുന്നു. കഴിഞ്ഞ 8 ദിവസം ഒരാഴ്ചയിലധികമായി ഈ വരാന്തയിലാണ് ഇവർ കടന്നുറങ്ങുന്നത്. ഈ തണുപ്പുള്ള സമയത്ത് ഈ പുറത്തുള്ള ഈ വരാന്തയിൽ വിരിച്ചിരിക്കുന്ന ഈ കട്ടിൽ ഈ പായയിൽ കിടക്കുന്നത്. ഒപ്പം ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, കിണറിലെ വെള്ളം ഇല്ല, കറണ്ട് വിച്ഛേദിക്കപ്പെട്ട അവസ്ഥ. എന്തായാലും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് പറ്റിയതെന്ന്. എന്താണ് ഇവിടെ ഇങ്ങനെ കിടക്കാനുള്ളത് കാരണം? ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ പോകുന്നതാണ് ഓർഡർ പ്രകാരം. ഭർത്താവ് വേഗം മാറി താമസിക്കുകയാണ്. ഭർത്താവ് വേറെ ഭാര്യയുടെയും കുട്ടിയുടെയും കൂടെ. ഭർത്താവ് പറഞ്ഞ് എന്നെ തലാക്ക് ചൊല്ലിയതാണെന്ന്. ഞാനറിയില്ല, എൻ്റെ വീട്ടുകാരും അറിയില്ല എന്നെ തലാക്ക് ചൊല്ലിയത്. എനിക്കെല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പവൻ തരുക, 42 പവൻ എടുത്തത് തരുക. അതും ഭർത്താവ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നെ എനിക്ക് മാനസിക ഇതാക്കി വെക്കുന്നുണ്ട്. ഇപ്പം നാട്ടിലെത്താം, അതും ഭർത്താവ് തെളിയിച്ച് തരുക എനിക്ക്. എത്ര നാളായി നിങ്ങളെ തലാക്ക് ചൊല്ലിയെന്ന് പറഞ്ഞിട്ട്? ഞാൻ 2018 പെരുന്നാൾ കൂടാൻ പോയതാണ് എൻ്റെ വീട്ടിലേക്ക്. അതിന് ശേഷമാണ് ഭർത്താവ് തലാക്ക് ചൊല്ലിയെന്ന് അറിയുന്നത്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്ത് ഇങ്ങോട്ട് വരാൻ ശ്രമിച്ചില്ലേ വീട്ടിലേക്ക്? ശ്രമിച്ചിരുന്നു. അന്ന് തൊട്ടേ ഇങ്ങനെ തന്നെയാണ് അവസ്ഥ. വാതിലടച്ചിടുക. നിങ്ങൾ കോടതിയെ സമീപിച്ചു? കോടതിയെ സമീപിച്ചു. ആ ഓർഡർമേലാണ് ഇപ്പം ജീവിക്കാൻ കിട്ടിയ ഓർഡർ. കോടതിയിൽ നിന്ന് എന്താ പറഞ്ഞിരിക്കുന്നത്? ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാനെന്നാണ് പറഞ്ഞത്. അതിന് ഭർത്താവ് തയ്യാറാവുന്നില്ല. നിങ്ങൾ എന്താണ് ഈ തലാക്ക് ചെയ്യാനുള്ള കാരണമായി പറഞ്ഞത്? നിങ്ങളോട് പറഞ്ഞിട്ടാണ് നിങ്ങൾ? ഒന്നും പറഞ്ഞിട്ടില്ല. തലാക്കിൽ എഴുതിയത് എനിക്ക് അവരെ മുന്നോട്ട് പോകാൻ കഴിയൂല അറിഞ്ഞുകൊണ്ടാണ് തലാക്ക് ചൊല്ലിയത്. എനിക്കവരെ വേണ്ടാന്ന്. നിങ്ങൾക്ക് താല്പര്യമില്ല ഇദ്ദേഹത്തിനൊപ്പം തന്നെ? എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഒപ്പരാണ് ജീവിക്കാൻ താല്പര്യം. ഇദ്ദേഹം ഒന്നിനും തയ്യാറാവണില്ല, മുതലും തരാൻ തയ്യാറാവണില്ല. താനെ പോകണം എന്നാണ് പറയുന്നത്. 42 പവനും 90,000 ഉറുപ്പ്യയുണ്ട് കിട്ടാൻ. ഒന്നും പറയണില്ല. ഞാൻ ഒന്നും കണ്ടിട്ടില്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എങ്ങനെയാണ് ഇവിടെ താമസം? ഭയങ്കര ബുദ്ധിമുട്ടാണ്. തണുപ്പും പിന്നെ നായ്ക്കളെ കുട്ടിക്കാണോ ഉറക്കാൻ കിട്ടണില്ല. ഇങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. വെള്ളമൊക്കെ ഉണ്ടോ? അതോ കിണറൊക്കെ? വെള്ളം ഇത്രയും ദിവസം ഞാൻ മുക്കിയേനി. ആ മുക്കണ കപ്പി വരെ അവർ കിണറൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ് ഇപ്പം ഇന്നലെ രാത്രി. കറണ്ടൊന്നും ഇല്ലായിരിക്കും അല്ലേ? കറണ്ടൊന്നുമില്ല. അവരെന്താ പറയുന്നത്? ഇപ്പോൾ കയറാൻ വന്നപ്പോൾ തന്നെ പൂട്ടിയിട്ട്? കയറാൻ വന്നപ്പം പൂട്ടിയിട്ടില്ല. ഉപ്പ അവിടെ ഉള്ളിലുണ്ട്. കുറച്ച് കഴിഞ്ഞേരം പൂട്ടിപ്പോയി. ഇന്നെ കയറാൻ സമ്മതിക്കുന്നില്ല. അതേക്ക് ഒന്നും സംസാരിച്ചിട്ടില്ല? ഒന്നും സംസാരിച്ചിട്ടില്ല. വിളിച്ചു കൊടുത്തൊക്കെ അവർ വരുന്നില്ല. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 2015 ആഗസ്റ്റ് 15 കഴിഞ്ഞ 10 കൊല്ലത്തോളമായി. ആദ്യ സമയത്തൊക്കെ മുതൽ ഇങ്ങനെ തന്നെ ആയിരുന്നു? അല്ല, നല്ല സ്നേഹത്തോടെ ആയിരുന്നു. 3 കൊല്ലത്തോളം നല്ല സ്നേഹത്തോടെ ആയിരുന്നു. പിന്നെന്താ പറ്റിയത്? ഭർത്താവിനെ വേണ്ടാന്ന് മാത്രം പറയും, അല്ലാതെ എനിക്കൊന്നും അറിയില്ല. നിങ്ങൾ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഒരിക്കൽ ഞാൻ നിറയില്ല, വിദ്യാഭ്യാസമില്ല എന്നാണ് നിരന്തരം പറയുന്നത്. ഒരു പഠിപ്പില്ലാത്തോള് അന്നാദ്യം സ്കൂളിൽ ഇടണോ, ഇതൊക്കെയാണ് ഭർത്താവിൻ്റെ ഉന്നയിക്കുന്ന കാര്യങ്ങൾ. കുട്ടിയുടെ കാര്യം പറഞ്ഞു പ്രശ്നം? കുട്ടി അവരതെല്ലാന്നൊരു ഉന്നയിക്കലുണ്ട്. അതേമാതിരി കുട്ടിക്ക് ബുദ്ധി കുറവാണെന്ന് ഇതൊക്കെയാണ് ഉന്നയിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞാണ് പ്രശ്നം തുടങ്ങി. മറ്റു സ്ത്രീയെ വിവാഹം കഴിച്ച് ഞാൻ അറിയില്ല. ഇവിടെ നിന്നാണ് ഞാൻ പറഞ്ഞ കേട്ട് ഇങ്ങനെ കല്യാണം കഴിച്ചിരിക്കണേ. അതിൽ 1.5 വയസ്സായ കുട്ടിയുണ്ട് എന്നാണ് ഇപ്പം പറയുന്നത്. എനിക്ക് ഈ മോനെ വേണ്ട എന്നാണ് പറയുന്നത്. ഇപ്പൊ കുട്ടി ഇവിടെ കിടന്നിട്ട് അവര് നോക്കുന്നൊന്നുമില്ല? ഇനി നോക്കണില്ല. കുട്ടി ഭക്ഷണം കഴിച്ചോന്നൊന്നും അന്വേഷിക്കുന്നു? ഒന്നുമില്ല.
എന്തായാലും കോടതിയുടെ ഉത്തരവോടുകൂടിയാണ് യുവതിയും മകനും ഈ വീട്ടിലെത്തിയത്. പക്ഷേ വീട് പൂട്ടി പുറത്തേക്ക് പോയിരിക്കുകയാണ്. അവർക്ക് പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ഒരു സൗകര്യം പോലും ഇവിടെ നൽകുന്നുമില്ല. കിണറ്റിൽ നിന്നും വെള്ളം പോലും കോരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. എന്തായാലും ഈ കോടതി ഉത്തരവ് നടപ്പാക്കും വരെ ഇവിടെ തുടരും എന്നാണ് പറയുന്നത്. ഒന്നെങ്കിൽ ഈ വീട്ടിൽ താമസിക്കാനുള്ള അവസരം നൽകുക, അല്ലെങ്കിൽ തൻ്റെ പക്കൽ നിന്നും വിവാഹ സമയത്ത് വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മറ്റു പണവുമൊക്കെ തിരികെ നൽകുക. ഒപ്പം കോടതി നിർദ്ദേശിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, ജീവനാംശം നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇക്കാര്യത്തെക്കുറിച്ചൊരു കൃത്യമായ ധാരണയാവാതെ പോവില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇവരെ പിന്തുണയ്ക്കുന്നതിനായി സാമൂഹ്യ പ്രവർത്തകർ അടക്കമുള്ളവർ ഇവിടെ എത്തിയപ്പോഴും അവർക്കെതിരെയും മോശമായി പെരുമാറുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇക്കാര്യത്തിൽ കോടതിയെ തന്നെ സമീപിക്കാനുള്ള നീക്കമുണ്ട്. ഒപ്പം എങ്ങനെയും വീടിനുള്ളിൽ പ്രവേശിക്കുക എന്ന ലക്ഷ്യവുമായാണ് ഈ യുവതിയും കുട്ടിയും മുന്നോട്ട് നീങ്ങുന്നത്. ഷാരൂഖ് ഖാൻ രാജ്യദ്രോഹിയെന്ന് BJP നേതാവ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് കളിക്കാരൻ മുസ്തഫിസുർ റഹ്മാനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിൽ ഉൾപ്പെടുത്തിയതിനാണ് താരത്തിനെതിരെ പ്രതിഷേധം. ഉത്തർപ്രദേശിലെ മുൻ MLA സംഗീത് സിംഗ് സോമാണ് താരത്തിനെതിരെ കടുത്ത നിലപാടുമായി രംഗത്ത് വന്നത്. देखिए, जिस तरीके से बांग्लादेश में आज हिंदुओं के साथ वहाँ अत्याचार हो रहा है, हिंदुओं का कत्लेआम हो रहा है, हिंदुओं को की बहन बेटियों के साथ बलात्कार हो रहा है, घर जलाए जा रहे हैं और ऐसी बहुत सी चीज़ें हो रही है जो यहाँ तक पता भी नहीं चल रही है। वहाँ भारत विरोधी नारे लगाए जा रहे हैं, भारत के प्रधानमंत्री को गाली दी जा रही है। उसके बावजूद शाहरुख खान जैसे गद्दार लोग, मैं इन्हें गद्दार इसलिए कह रहा हूँ कि इनके पास जो भी है आज भारत का दिया हुआ है, भारत की जनता का दिया हुआ है, लेकिन ये पैसा लगाते हैं कहाँ? जो देश भारत के खिलाफ काम कर रहा है उसके खिलाड़ी पे पैसे लगाएंगे, रहमान जैसे खिलाड़ी पे लगाएंगे। मैं शाहरुख खान जैसे लोगों को कहना चाहता हूँ कि वो कामयाब नहीं हो पाएंगे इसमें, किसी भी कीमत पे वो यहाँ रहमान को खिला नहीं पाएंगे, ये एयरपोर्ट पार नहीं करा पाएंगे, एयरपोर्ट से बाहर कदम नहीं रख पाएगा रहमान। मैं तो कह रहा हूँ देशद्रोही हैं ये लोग, शाहरुख खान जैसे लोग देशद्रोही हैं और ये खाते भारत का है और गुण गाते हैं पाकिस्तान और बांग्लादेश के। ये दुर्भाग्यपूर्ण विषय है और भारत सरकार इस पर नज़र लगाए हुए और इस पर आप निश्चित रहिए कि दुनिया में कहीं भी अगर हिंदुओं के साथ अत्याचार होगा तो हम सब लोग खड़े हैं और भारत की सरकार भी खड़ी है. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ് സുധാ ബിജു, IPL മത്സരങ്ങൾ തുടങ്ങാനിരിക്കുകയാണ്. ബംഗ്ലാദേശ് താരങ്ങൾക്ക് നമ്മുടെ IPL-ൽ പങ്കെടുക്കുന്നതിന് ICC-യുടെയോ BCCI-യുടെയോ വിലക്കില്ല. ഇതിനിടയിലാണ് ഈ പ്രശ്നം. എന്താണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത്, ഇതിനു മുൻപേയും ഷാരൂഖ് ഖാനെതിരെ ഇത്തരം പ്രചരണങ്ങൾ വന്നിരുന്നു. ഇത്തരം ആളുകൾ പ്രധാനമായിട്ടും അവർക്കൊരു സ്വയം ഒരു മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക എന്നൊരു ഉദ്ദേശം മാത്രമാണ് ഇക്കൂട്ടർ പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇതിനു മുൻപേ 2009 സമയത്ത് പാകിസ്ഥാൻ താരങ്ങളെ IPL-ൽ നിന്ന് വിലക്കിയതിനെ എതിർത്തുകൊണ്ട് ഷാരൂഖ് ഖാൻ സംസാരിച്ചിരുന്നു. ഈ പാകിസ്ഥാൻ കളിക്കാരെ മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്ന് ഷാരൂഖ് ഖാൻ പറഞ്ഞതിന് അന്ന് ശിവസേന താരത്തിനെതിരെ വലിയ രീതിയിൽ ശബ്ദമെല്ലാം ഉയർത്തി. അദ്ദേഹത്തിൻ്റെ മൈ നെയിം ഈസ് ഖാൻ എന്ന സിനിമയ്ക്കെതിരെ ബോയ്ക്കോട്ട് വരെ പ്രഖ്യാപിച്ചതാണ്. ഇപ്പോൾ അതിൻ്റെ മറ്റൊരു അധ്യായമാണ് ഇപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ ഈ വരുന്ന 2026-ലെ IPL-ന് മുന്നോടിയായിട്ട് നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു മിനി താരലേലം, IPL മിനി താരലേലം നടന്നിരുന്നു. ഈ മിനി താരലേലത്തിൻ്റെ ഭാഗമായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 3 താരങ്ങളെയാണ് വാങ്ങിയത്. ഒന്നൊരു ഓസ്ട്രേലിയൻ താരം, മറ്റൊന്ന് ശ്രീലങ്കൻ താരം, പിന്നെ ഈ ബംഗ്ലാദേശി താരമായിട്ടുള്ള മുസ്തഫിസുർ റഹ്മാൻ. ഈ മുസ്തഫിസുർ റഹ്മാൻ എന്ന് പറയുന്നത് ഒരു ഫാസ്റ്റ് ബോളറാണ്. ഇയാളെ 9.20 കോടി മുടക്കിയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വാങ്ങിയത്. മാത്രമല്ല ഈ വരുന്ന 2026 IPL-ൽ കരാർ ലഭിക്കുന്ന ഒരേ ഒരു ബംഗ്ലാദേശ് കളിക്കാരൻ കൂടിയാണ് മുസ്തഫിസുർ റഹ്മാൻ. അപ്പോൾ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് BJP-യുടെ ഉത്തർപ്രദേശിലുള്ള മുൻ MLA ആയിട്ടുള്ള സംഗീത് സിംഗ് സോം ഈ ഷാരൂഖ് ഖാനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. അതും വിചിത്രമായിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ താരലേലത്തിൽ പങ്കെടുത്തത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ CEO ആയിട്ടുള്ള വെങ്കി മൈസൂറും അതുപോലെ തന്നെ മറ്റൊരു ഉടമയായിട്ടുള്ള ജൂഹി ചൗളയുടെ മകളായിട്ടുള്ള ജാൻവി മെഹ്തയുമാണ്. അപ്പോൾ ഈ BJP MLA നിലവിൽ പ്രതിഷേധം ഉന്നയിച്ചിട്ടുള്ളത് ഈ താരലേലത്തിലൊന്നും പങ്കെടുക്കാത്ത ഷാരൂഖ് ഖാനെതിരെ ആണ് എന്നുള്ളതാണ് വിചിത്രമായിട്ടുള്ള ഒരു കാര്യം. എന്നാൽ ഈ താരലേലത്തിൽ പങ്കെടുത്ത ഈ ജൂഹി ചൗളയുടെ മകളായിട്ടുള്ള ജാൻവി മെഹ്തയുണ്ട്. എന്നാൽ ജൂഹി ചൗളക്കെതിരെയോ അല്ലെങ്കിൽ ഈ വെങ്കി മൈസൂറിനെതിരെയോ യാതൊരുവിധ പ്രതിഷേധമോ എതിർ ശബ്ദമോ ആരും മുഴക്കിയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. മറ്റു ചില തീവ്ര പങ്കുവച്ചത്. കറൻസിയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞതിനെ തുടർന്ന് ഇറാനിൽ ഒരാഴ്ചയായി തുടർന്ന ജനകീയ പ്രക്ഷോഭം കൂടുതൽ അക്രമാസക്തമായി. പ്രതിഷേധക്കാരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. ഇതോടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 7 എന്നാണ് വിവരം. റിയാലിന്റെ മൂല്യത്തകർച്ചയും അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റവും ചൂണ്ടിക്കാട്ടി ഡിസംബർ 28 മുതലാണ് ഇറാനിൽ ബഹുജന പ്രക്ഷോഭം ആരംഭിച്ചത്. പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞ ദിവസം സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചു. എന്നാൽ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട്
ടെഹ്റാൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ പ്രകടനങ്ങൾ അരങ്ങേറി. സ്വേച്ഛാധിപതിയെ താഴെയിറക്കുക, ഖമേനിയെ താഴെയിറക്കുക എന്നിവയായിരുന്നു മുദ്രാവാക്യങ്ങൾ. പ്രതിഷേധക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. കൗദഷ് നഗരത്തിലായിരുന്നു സംഭവം. ഇതോടെ പ്രക്ഷോഭം ആരംഭിച്ചതു മുതൽ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 7ആയി. പ്രതിഷേധക്കാരുടെ കല്ലേറിൽ 13 പോലീസുകാർക്ക് പരിക്കേറ്റു. 31 പ്രവിശ്യകളിൽ 21 എണ്ണത്തിലും വ്യാപാര സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ, സർക്കാർ ഓഫീസുകൾ എന്നിവ അടച്ചു. ടെഹ്റാനിലെ വ്യാപാരികൾ ആരംഭിച്ച പ്രതിഷേധം പിന്നീട് സർവകലാശാല വിദ്യാർത്ഥികൾ ഏറ്റെടുത്തതോടെയാണ് രാജ്യവ്യാപകമായത്. 2022 മഹ്സ അമീനിയുടെ മരണത്തെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങൾക്ക് ശേഷമുള്ള ഏറ്റവും വ്യാപകമായ പ്രതിഷേധമാണിത്. ന്യായമായ ആവശ്യങ്ങൾ കേൾക്കുമെന്ന് പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ ഇറാൻ സെൻട്രൽ ബാങ്ക് ഗവർണർ മുഹമ്മദ് റസ ഫർസിൻ സ്ഥാനമൊഴിഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ബംഗ്ലാദേശിലെ ശരിയത്പൂർ ജില്ലയിൽ പുതുവത്സരാഘോഷത്തിനിടെ ഹിന്ദു മതവിശ്വാസിയെ അക്രമികൾ തീകൊളുത്തി കൊല്ലാൻ ശ്രമിച്ചു. ആക്രമണത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ പൊഖോൺ ചന്ദ്രദാസ് ജീവനുമായി മല്ലടിക്കുകയാണ്. കെർഭംഗ ബസാറിനടുത്തുള്ള ദാമുദ്ര പ്രദേശത്തായിരുന്നു സംഭവം. ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് അതിപ്പോൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ നിയന്ത്രണ വിധേയമാണ്. എവിടെയും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. മണിക്കൂറിൽ 4000-നും 5000-നും ഇടയിൽ തീർത്ഥാടകർ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്തുന്നതാണ് പോലീസ് കണക്ക്. ഉച്ചവരെ 48,000-ത്തിലധികം തീർത്ഥാടകർ മലകയറി. ശബരിമലയിൽ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ദിവസം 87,000-ത്തിലധികം തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തിയതെന്നാണ് പോലീസിന്റെ കണക്ക്. ഇന്ന് രാവിലെയും നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഉച്ചയോടെ സാധാരണ രീതിയിൽ തന്നെ ആ തിരക്ക് കുറയുന്ന ഒരു സാഹചര്യം. മണിക്കൂറിൽ 3000-നും 4000-നും ഇടയിൽ തീർത്ഥാടകർ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കയറുന്നു എന്നാണ് പോലീസിന്റെ കണക്ക്. അതുപോലെ തന്നെ ഒരു നിമിഷം 70-നും 80-നും ഇടയിൽ അയ്യപ്പന്മാർ 18-ാം പടി കയറുന്നുണ്ട്. നിലവിൽ പമ്പ മുതൽ സന്നിധാനം വരെ എവിടെയും തടസ്സങ്ങളില്ല. പ്രത്യേകിച്ച് മരക്കൂട്ടത്തിന് ശേഷം, ശരംകുത്തിക്ക് ശേഷമാണ് അല്പമെങ്കിലും നിയന്ത്രണങ്ങൾ വരുന്നത്. കൃത്യമായിട്ടുള്ള ഇടവേളകളിലാണ് ശരംകുത്തിക്ക് ശേഷം തീർത്ഥാടകരെ കടത്തിവിടുന്നത്. പലപ്പോഴും 6-7 മണിക്കൂറുകൾ ഇപ്പോഴും വരി നിൽക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ പോലും മുൻപ് ഉണ്ടായിരുന്നത് പോലെ വലിയ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ പലപ്പോഴും നിലയ്ക്കലും മുംബൈയിലും ഒക്കെ തീർത്ഥാടകരെ അല്പസമയം കാത്തു നിർത്തേണ്ടി വരുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഈ ഒരു തിരക്കും ഇതിന്റെ മറ്റ് നടപടികളുമൊക്കെ പോലീസ് ഉദ്ദേശിച്ച പോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്നില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ തിരക്ക് കൂടും എന്ന് തന്നെയാണ് പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും വിലയിരുത്തൽ. പ്രത്യേകിച്ച് മകരവിളക്കിനോടനുബന്ധിച്ച് തീർത്ഥാടകർ ഇവിടെ എത്തുമ്പോൾ അവരിവിടെ തമ്പടിക്കാനുള്ള സാധ്യത, പർണശാല കെട്ടി തമ്പടിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. എല്ലാ തവണയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതെല്ലാം മുൻനിർത്തിയാണ് ഇപ്പോൾ തീർത്ഥാടകർക്ക് വേണ്ട ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കുന്നതും മുന്നൊരുക്കങ്ങൾ നടത്തുന്നതും. എന്തുതന്നെയാണെങ്കിലും പമ്പ മുതൽ സന്നിധാനം വരെ 4 മുതൽ 5 മണിക്കൂർ വരെ കാത്തു നിൽക്കേണ്ട സാഹചര്യം ഇപ്പോഴുമുണ്ട്. എന്നാൽ തന്നെയും മുൻപുണ്ടായിരുന്നത് പോലെ വലിയ ബുദ്ധിമുട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ തീർത്ഥാടകർ വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്ന സാഹചര്യം നിലവിലില്ല. സന്നിധാനത്ത് നിന്നും CB അനുമോദ്, ന്യൂസ് 18. പാലക്കാട് കുട്ടനാട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. കുട്ടനാട് സ്വദേശി പ്രജീഷ് പരമേശ്വരനാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പ്രജീഷിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 12,485, പവന് 99,880. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,360, പവന് 82,880. വെള്ളി ഗ്രാമിന് 247, കിലോയ്ക്ക് 2,47,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്പോട്ട് ലൈവിൽ ടോം കുര്യാക്കോസ് ചെയ്യും.